ഫഇന്നീ തുബ്തു അൻഹു, ഞാൻ അതിൽ തൗബ ചെയ്യുന്നു റബ്ബേ. എന്റെ വിപൽഘട്ടങ്ങളിൽ നീയല്ലാത്ത ആരോടെങ്കിലും ഞാൻ സഹായമർപ്പിച്ചുവെങ്കിൽ ഞാൻ തൗബ ചെയ്യുന്നു റബ്ബേ. അല്ലാഹുമ്മ മഅ്തമത്തു ബിഹി അലാ സിവാക ഫി സദാഇലി കുല്ലിഹാ വലം അഅലം ബിഹി ഔ അലിംതു, എന്റെ പ്രയാസഘട്ടങ്ങളിൽ വിപൽഘട്ടങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ നീയല്ലാത്ത വല്ലവരെയും ഞാൻ അവലംബിച്ചുവെങ്കിൽ ഫഇന്നീ തുബ്തു അൻഹു, ഞാൻ അതിന് തൗബ ചെയ്യുന്നു റബ്ബേ എന്ന് പ്രഖ്യാപിച്ച പ്രാർത്ഥിച്ച ഉഖ്യാസ തങ്ങളെ പറ്റിയാണ് നബിതങ്ങൾ പറഞ്ഞത്. വിചാരണ ഇല്ല, ശിക്ഷയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുമെന്ന്. ആ ഒരു ആദർശം അല്ലാഹുല്ലാത്ത ഒരാളോടും പ്രാർത്ഥിച്ചുകൂടാ എന്ന, തേടിക്കൂടാ എന്ന എന്തൊക്കെ ന്യായം പറഞ്ഞിട്ടാണെങ്കിലും ആ തേട്ടങ്ങള്, ആ പ്രാർത്ഥനകള് പടച്ച റബ്ബ് അങ്ങേയറ്റം മാരകമായ പാതകമായി പഠിപ്പിച്ച ശിർക്കിന്റെ അംശത്തിലാണ് എന്നും ആ ശിർക്കൊരിക്കലും പൊറുക്കാത്ത പാതകമാണ് എന്നും നരകം നിർബന്ധമാണ് എന്നും സ്വർഗം നിഷിദ്ധമാണ് എന്നും അത് മുഖേന ഒരു കെട്ടിടത്തിന്റെ അടിത്തറ തകർന്നാൽ ആ കെട്ടിടം ഒന്നാകെ തകർന്നു വീഴുന്നത് പോലെ അവന്റെ മുഴുവൻ കർമ്മങ്ങളും നിഷ്ഫലമായി ഭയാനകമായ നരകാഗ്നിയിൽ ആ പരിക്കേണ്ട ഗതികേടവനുണ്ടാകുമെന്നും നാളെ പരലോകത്ത് പ്രതീക്ഷിക്കാവുന്ന ശഫാഅത്ത് പോലും അവന് തടയപ്പെടുമെന്നുമുള്ള ആ ഒരു യാഥാർത്ഥ്യം, ആ ഒരു വസ്തുത അത് ബോധ്യമായി ആ ഒരു യാഥാർത്ഥ്യം സമൂഹത്തെ ബോധ്യപ്പെട്ട ശ്രമത്തിലാണ്, ആ ഒരു പാതയിലാണ് ഇസ്ലാഹി പ്രസ്ഥാനം തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങുന്നത്. അതല്ലാതെ ഒരാളെയും വേദനിപ്പിക്കാൻ, ഒരു വാക്കുകൊണ്ട് പോലും ഒരാൾക്കെങ്കിലും പ്രയാസമുണ്ടാക്കാൻ, ഏതെങ്കിലും ഒരു സമൂഹത്തെ, ഏതെങ്കിലും ഒരു വിഭാഗത്തെ ആക്ഷേപിക്കാനോ നോവിക്കുവാനോ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന ചരിത്രത്തിൽ നമുക്ക് കാണുക സാധ്യമല്ല. സ്വാഭാവികമായും ആയത്തുകൾ ഓതി ഹദീസ് ഉദ്ധരിച്ച് മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഇമാമമാരുടെ അവരുടെ രീതികൾ, മാതൃകകൾ അത് അവതരിപ്പിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം ഇസ്ലാമിന്റെ ആശയാദർശങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇതൊക്കെയാണ് ഖുർആൻ പഠിപ്പിച്ച ആശയമെങ്കിൽ, ഇതൊക്കെയാണ് നബിതങ്ങൾ മുമ്പോട്ട് വെച്ച ആദർശമെങ്കിൽ, ഇതൊക്കെയാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ജീവിതത്തിൽ സ്വീകരിച്ച തത്വമെങ്കിൽ എന്റെ 8, 10, 15, 20 കൊല്ലങ്ങളായി കിതാബുകൾ ഓതി പഠിച്ച, കിതാബ് ഓതി കൊടുക്കുന്ന ഒരുപാട് സ്ഥാനമാനങ്ങൾ ജീവിതത്തിൽ വഹിക്കുന്ന, അതേപോലെ വലിയ ബിരുദങ്ങൾ സ്വന്തമായുള്ള എത്രയോ ഉസ്താദന്മാർ നമ്മുടെ നാടുകളൊക്കെ ഉണ്ടല്ലോ. എന്തേ അവർക്കാർക്കും ഇത് മനസ്സിലായില്ലേ? അവരാർക്കും എന്തേ ഇക്കാര്യം ബോധ്യമായില്ല? നിങ്ങൾക്കാണോ ഈ ആയത്തൊക്കെ തിരിഞ്ഞത്? നിങ്ങൾക്കാണോ ഈ ഹദീസൊക്കെ മനസ്സിലായത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിലുള്ള മറുപടിയാണ് സഹോദരന്മാരെ ഈ കൂടിയ മഹാന്മാരായ ഫൈസിമാരും ബാക്കവിമാരും ദാരിമിമാരും അതേപോലെ നിസാമിയും അടക്കമുള്ള സഖാഫി അൽ കാമിൽ വരെയുള്ള ഈ നിര, ഇത് ആ ചോദ്യത്തിലുള്ള മറുപടി മാത്രമാണ്. അങ്ങനെ ഫൈസിയും ബാക്കവിയും സഖാഫിയും ദാരിമിയും അടക്കമുള്ളവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദിയിൽ വന്നുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ആദർശം ഇതാണ് എന്ന്, പ്രവാചക അധ്യാപനത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് മാത്രവുമല്ല, തങ്ങളൊക്കെ ഓതി പഠിച്ച പള്ളിയിലെ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ പോലും മുജാഹിദ് പ്രസ്ഥാനം മുമ്പോട്ട് വെക്കുന്ന ആശയാദർശങ്ങൾ തന്നെയാണ് ഭൂരിപക്ഷവും കാണാൻ സാധിക്കുന്നത് എന്ന് തുറന്നു പറയാൻ തുടങ്ങിയപ്പോഴാണ് ചിലരൊക്കെ പറയാൻ തുടങ്ങിയത് അതൊക്കെ പലതും കണ്ട് പലതും മോഹിച്ച് പോയവരായിരിക്കാം എന്നൊക്കെയുള്ള ആ നിലയ്ക്കുള്ള ആരോപണങ്ങൾ അഴിച്ചുവിടാൻ നിർബന്ധിതരായത് ആ സമയത്താണ്. ചിലരൊക്കെ പറഞ്ഞു, ചിലരൊക്കെ ഉദാഹരിച്ചു. സാധാരണ തേങ്ങയിട്ടാൽ, ഒരു പറമ്പിൽ തേങ്ങയിട്ടാൽ 100 തേങ്ങ ഒരു പക്ഷേ ഉടമക്കാരൻ എണ്ണുമ്പോൾ ഉണ്ടാകാമെങ്കിലും അത് കച്ചവടം ചെയ്ത് അത് വിലയ്ക്ക് വാങ്ങി കൊണ്ടുപോകാൻ ഏറ്റവും വന്ന് എണ്ണുമ്പോൾ ഒരു പക്ഷേ 8, 10, 15 തേങ്ങ എടുത്ത് പുറത്തേക്കിടും. പേടാണെന്ന് പറയുമെന്ന അത് നോക്കുന്നവനെ തിരിയൂ, അറിയുന്നവർക്ക് മനസ്സിലാകൂ, അല്ലാത്തത് മനസ്സിലാകണമെന്നില്ല. അങ്ങനെ ചില പേടുകൾ എന്നൊക്കെ ചിലരൊക്കെ എവിടെയൊക്കെയോ പറഞ്ഞെന്ന് കേട്ടു. പക്ഷേ ആ പറച്ചിലിന്റെ
മോശത്തരം പറയുന്നവർക്ക് തന്നെയാണ് എന്നുള്ളത് വിസ്മരിച്ചുകൂടാ എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളൂ. പിന്നെ പലരും വിചാരിക്കും, ഇപ്പോഴും നമസ്കരിക്കാൻ പോകുമ്പോൾ പലരുമൊക്കെ പറയുന്നത് കേട്ടു, നല്ലവണ്ണം കിട്ടിയിട്ടുണ്ടാകും, അതായിരിക്കാം ഇതൊക്കെ ഈ വേദിയിലേക്ക് മാറിയത് എന്ന്. മനസ്സമാധാനത്തിന് വേണ്ടിയായിരിക്കാം ചിലരൊക്കെ പറയുന്നതായി കേൾക്കാൻ സാധിച്ചു. പക്ഷേ ആത്മാർത്ഥമായി സൂചിപ്പിക്കട്ടെ, പറയാൻ ഉദ്ദേശിച്ചതല്ല. ഈ വേദിയിരിക്കുന്ന ഈ പണ്ഡിതന്മാർ, അവരിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ആദർശവുമായി ബന്ധപ്പെട്ടത് മുതൽ അവിടുന്ന് ഇങ്ങോട്ട് വലിയ വലിയ ത്യാഗങ്ങൾ സഹിക്കുന്ന ആളുകൾ ഈ കൂട്ടത്തിൽ തന്നെ ധാരാളമുണ്ട്. പേരെടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. നാട്ടിൽ നിന്ന് വിലക്കേർപ്പെടുത്തപ്പെട്ട മനുഷ്യന്മാർ, വീടുകളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യന്മാർ, സ്വന്തം ഭാര്യയുമായി വേർപിരിയേണ്ടി വന്ന ഭാര്യയെ അവളുടെ വീട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോയ, ഇനി എന്റെ കൂടെ ജീവിക്കാൻ ഞങ്ങളുടെ മകളെ അനുവദിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാര്യയെ പോലും വേർപ്പെടുത്തിയ അനുഭവമുള്ള മനുഷ്യന്മാർ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന വേദികളിൽ ഇന്നുമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. വീട് പോലും സ്വന്തമായി ഇല്ലാത്തവർ, വാടക വീടുകളിൽ താമസിക്കുന്നവർ, ഉള്ള വീട് പോലും തിരിച്ചു വാങ്ങി ഞങ്ങളുടെ മഹലിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ പള്ളി ഖുത്ബ നിർവഹിച്ച് ഞങ്ങളുടെ മദ്രസയിൽ പഠിപ്പിച്ച് ഞങ്ങളുടെ ഓശാരം പറ്റി നിർമ്മിച്ച വീട്, ആ വീടുമായി നീ എങ്ങനെ മുജാഹിദാവേണ്ടതില്ല, നീ എങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനത്തേക്ക് പോകേണ്ടതില്ല, അതുകൊണ്ട് തൽക്കാലം അതൊക്കെ ഉപേക്ഷിച്ചിട്ട് വേണമെങ്കിൽ പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ശരി, നിങ്ങൾ തന്നത്, നിങ്ങളുടെ ഭാഗത്തുണ്ടാക്കിയത് നിങ്ങൾ തന്നെ സ്വീകരിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് മടക്കിക്കൊടുത്ത് മുരങ്ങയോട് ഇറങ്ങിത്തിരിച്ച് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെടുന്ന മനുഷ്യന്മാർ ഈ കൂട്ടത്തിൽ പോലും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആരോപിക്കുന്നവർക്ക് എന്തും ആരോപിക്കാം. ഒരുപക്ഷെ പുറത്തു നിൽക്കുമ്പോൾ ചിലർക്കെങ്കിലും, ചില മുസ്ലിയാക്കന്മാർക്കെങ്കിലും തോന്നിയേക്കാം, ഒരുപക്ഷെ കിട്ടിക്കൂടായിക ഇല്ല, കിട്ടിയിട്ടുണ്ടാവാം, അങ്ങനെയൊക്കെയല്ലോ പറഞ്ഞു കേൾക്കുന്നത് എന്ന് ചിലർക്കൊക്കെ തോന്നിയേക്കാം. ആ തോന്നല് സത്യമായിരിക്കുമെന്ന് വിചാരിച്ച് ചിലരൊക്കെ ഇടക്കാലത്ത് വന്നു നോക്കിയിരുന്നു. പക്ഷേ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, ഉള്ളതങ്ങോട്ട് കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നു എന്ന് മനസ്സിലായപ്പോൾ വന്ന അതേ വേഗത്തിൽ തന്നെ മടങ്ങിപ്പോയ ചില മനുഷ്യന്മാരുമുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. അങ്ങനെ പോയ ആളുകൾ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ചില സ്ഥലത്തൊക്കെ പ്രസംഗിക്കാൻ വന്നപ്പോൾ അവര് പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അങ്ങനെ വന്ന് ടേസ്റ്റ് നോക്കാൻ വന്ന് കഴിയില്ലെന്ന് മനസ്സിലായി, ഉദ്ദേശിച്ച രൂപത്തിലല്ലെന്ന് ബോധ്യമായി മടങ്ങിപ്പോയ ഒരു മാന്യ സുഹൃത്ത് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഒരു കാര്യം തീർച്ചയാണ്, ഒരുവിധം ആളുകളെ കൊണ്ടൊന്നും മുജാഹിദിൽ നിൽക്കാൻ സാധ്യമല്ല എന്നാണ്. ഒരുവിധം ആൾക്കൊന്നും മുജാഹിദിൽ നിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അതേപോലെ മടങ്ങിപ്പോയൊരു സുഹൃത്ത് മടങ്ങിപ്പോയതിനു ശേഷം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന് ആദ്യമേ അയാൾ രേഖപ്പെടുത്തിയത് ഒരു കാര്യം തീർച്ചയാണ്, പണം കൊടുത്ത് മുജാഹിദാക്കുന്ന ഏർപ്പാട് മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. പണം കൊടുത്ത് മുജാഹിദാക്കുന്ന ഏർപ്പാട് മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല എന്ന് വന്നു മടങ്ങിപ്പോയിട്ട് ബോധ്യമായ അനുഭവം എഴുതി വെച്ച മനുഷ്യന്മാര് പോലുമുണ്ട്. ഇൻഷാ അല്ലാഹ് വേണ്ടി വരികയാണെങ്കിൽ അതൊക്കെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാം. ഏതായിരുന്നാലും സൂചിപ്പിച്ചത് ചിലർക്കൊക്കെ ധാരണയുണ്ടാവാം കിട്ടിക്കൂടായിക ഇല്ല എന്നുള്ളത്. പക്ഷേ ആ ധാരണ വെച്ച് വരേണ്ടതില്ല എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. അതേസമയം പാരത്രികമായ മോക്ഷത്തിന് ഈ ഒരു കൂട്ടായ്മയിൽ, ഈ ആദർശപാതയിൽ നിൽക്കല് മാത്രമാണ് അതിനുള്ള മാർഗമെന്ന് ബോധ്യമായി ആ ലക്ഷ്യത്തോടു കൂടി വരാൻ താല്പര്യമുള്ളവർക്ക് എപ്പോഴും തുറന്നു വെക്കപ്പെട്ട വേദിയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദി. ഒരു ഫൈസി, നമ്മുടെ നാട്ടിലെ സുന്നി സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന ഒരു ഫൈസി, അദ്ദേഹം ഒരിക്കൽ ചോദിച്ചു, അല്ല ഫൈസലെ, ഈ പ്രസ്ഥാനത്തിൽ കൂടിയാൽ ജോലി വല്ലതും കിട്ടുമോ? ഞാൻ പറഞ്ഞു, ഇല്ല, യാതൊരു ഉറപ്പുമില്ല. ഒരു പക്ഷേ ഒരു ജോലിയും കിട്ടാതെ പട്ടിണി കിടന്ന് മരിച്ചു പോയേക്കാം. ഒരു പക്ഷേ പഴയ സഹപ്രവർത്തകരുടെ കൈകളാൽ കൊല്ലപ്പെട്ടേക്കാം. ഒരു പക്ഷേ കോട്ടേഴ്സിൽ പോയി താമസിക്കേണ്ടി വന്നേക്കാം. ഒരു പക്ഷേ അതിനും വാടക കൊടുക്കാൻ വകുപ്പില്ലാത്തത് കൊണ്ട് പീഡിയക്കോലായിൽ പോയി കിടന്നുറങ്ങേണ്ടി വന്നേക്കാം. പക്ഷേ സമാധാനത്തോടു കൂടി ഉറങ്ങാൻ കഴിയുമെന്ന ഒരു ഉറപ്പ് തരാൻ സാധിക്കും. അതല്ല, എല്ലാവർക്കും കൂടി നമ്മളെല്ലാം കൂടെ അന്വേഷിച്ച് എവിടെങ്കിലും വല്ല ജോലിയും കിട്ടുന്നുവെങ്കിൽ നമുക്കത് സ്വീകരിക്കുകയുമാകാം എന്ന് പറഞ്ഞപ്പോ തൽക്കാലം എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ
ആളുകളും ഇപ്പോഴും മറുഭാഗത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പോലും ഉണ്ട് എന്നുള്ള ആ വസ്തുതയും തൽക്കാലം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ പോന്നവരൊക്കെ മാറിയവരൊക്കെ പേടാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ ഒരു ആരോപണം അത് യഥാർത്ഥത്തിൽ ഇവിടെ മാത്രം നിൽക്കേണ്ടതല്ല, അപ്പുറത്തുള്ള ആളുകളെ കൂടി സംശയിക്കാൻ അതിന് ഹേതുവായി മാറുമെന്ന് അത്തരക്കാരോട് സൂചിപ്പിക്കാനുള്ളൂ. സഹോദരന്മാരെ, ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരം എല്ലാവർക്കും സംസാരിക്കാൻ എന്തായിരുന്നാലും സമയം തികയില്ല എന്ന കാര്യം തീർച്ചയാണ്. ഈ ഇരിക്കുന്ന ഓരോരുത്തരും 2, 3, 4 മണിക്കൂറുകൾ വേണമെങ്കിൽ സംസാരിക്കാൻ സാധിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. തൽക്കാലം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ എന്തേ വലിയ വലിയ ഉസ്താദുമാരൊക്കെ ഈ വഴിയിലേക്കില്ല എന്ന് ചോദിക്കുമ്പോൾ ആരെയാണ് വേണ്ടത്? ഫൈസി വേണോ? ഇതാ ഇവിടെയുണ്ട്. ബാക്കവി വേണോ? ഇതാ ഇവിടെയുണ്ട്. ദാരിമികൾ വേണോ? അതിവിടെയുണ്ട്. സഖാഫി അൽ കാമിൽ വേണോ? അതിവിടെയുണ്ട് എന്നുള്ള ആ ഒരു ഉത്തരം കൊടുക്കൽ മാത്രമാണ് സഹോദരന്മാരെ ഈ ഒരു പ്രഭാഷണ പരിപാടി കൊണ്ട്, ഈ സംരംഭം കൊണ്ട് ഇതിനെ സംഘാടകർ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഓരോരുത്തരെയും പ്രത്യേകം പേരെടുത്ത് പരിചയപ്പെടുത്തുകയാണെങ്കിൽ തന്നെ വലിയൊരു സമയം അതിനുവേണ്ടി ആവശ്യമായി വരുമെന്നതുകൊണ്ട് വിശദമായ പരിചയപ്പെടുത്തലേക്ക് നീങ്ങുന്നില്ല. എന്നാലും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, നമ്മുടെ ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ നമുക്കറിയാം. ബഹുമാനായ ബഷീർ ദാരിമിയുണ്ട് ഇവിടെ. അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദികളിൽ വളരെ സജീവമായി പ്രഭാഷണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനായ പണ്ഡിതനാണ്. എടവണ്ണപ്പാറ സ്വദേശിയാണ്. ഉള്ളാൽ തങ്ങളുടെയും അതേപോലെ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെയും ശിഷ്യനായി സയ്യിദ് മദനി അറബി കോളേജ് ഉള്ളാളിലും അതേപോലെ നന്ദി ദാറുസ്സലാം അറബി കോളേജിലും ഒക്കെ പഠിച്ച് ദാരിമി ബിരുദം വാങ്ങി ശേഷം കൂളിമാട്, വെളിമുക്ക്, മുതുപറമ്പ്, കുണ്ടുമുടി, കാവനൂര് തുടങ്ങിയ സ്ഥലങ്ങളിൽ മുദരിസായി ജോലി ചെയ്യുകയും ശേഷം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശ പാതയുമായി അടുക്കുകയും ആ വേദിയിലേക്ക് കടന്നു വരികയും അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി നിലകൊള്ളുകയും ചെയ്യുന്ന ബഹുമാന വ്യക്തിത്വമാണ്. അതേപോലെ തൊട്ടടുത്തിരിക്കുന്ന ബഹുമാനായ കുഞ്ഞാലി മുസ്ലിയാർ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സമസ്തയിലെ തലയെടുപ്പുള്ള പല പണ്ഡിതന്മാരുടെയും കീഴിൽ കിതാബോധി പഠിച്ച് ആ രംഗത്ത് സേവനങ്ങൾ ചെയ്ത് പിന്നീട് വിദേശ രാജ്യത്ത് തൽക്കാലം പള്ളിയിൽ ഇമാമായി ജോലി ചെയ്ത് പിന്നീട് മടങ്ങി വന്ന് പ്രായമേറെയായി ഏകദേശം 80-നോടടുത്ത പ്രായത്തിൽ അദ്ദേഹം എത്തിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഏതാനും സമയം അദ്ദേഹം നമ്മോട് സംസാരിക്കുമെന്നത് കൊണ്ട് വിശദമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അതേപോലെ നമ്മുടെ നോട്ടീസിലില്ലാത്ത പിന്നീട് നമ്മൾ അറിഞ്ഞ് തേടിപ്പിടിച്ച് നമ്മുടെ വേദിയിലേക്ക് എത്തിയ ബഹുമാനായ സുഹൃത്ത് അബ്ദുൽ കരീം നിസാമി, അദ്ദേഹം നിസാമിയാണ്. അതേപോലെ നമ്മുടെ സമീപ പ്രദേശമായ ഏപ്പിക്കാട് അദ്ദേഹത്തിന്റെ സ്വദേശം. അദ്ദേഹം ചേളാരി ഇ കെ സുന്നികളുടെ ഔദ്യോഗിക സ്ഥാപനമായ ക്രസന്റ് ബോർഡിംഗ് മദ്രസ എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തവരാണ്. ഇപ്പോൾ അദ്ദേഹം വിദേശ രാജ്യത്താണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഹാരിസ് മുസ്ലിയാർ, അദ്ദേഹം തന്നെ ഈ അടുത്ത സമയങ്ങളിലായി നമ്മുടെ ഈ നോട്ടീസ് ഇറങ്ങിയതിനു ശേഷമാണ് അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വന്ന് നമ്മുടെ കൂടെ ഉണ്ട് എന്ന കാര്യം തന്നെ മനസ്സിലാക്കാൻ അവസരമുണ്ടായത്. ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കാപ്പാട് സ്വദേശിയാണ്. അദ്ദേഹം കണ്ണങ്കടവ്, അതേപോലെ ചീനച്ചേരി, കാപ്പാട്, ഈന്താട് തുടങ്ങിയ സ്ഥലങ്ങളിൽ മദ്രസയിലെ ജോലിയും അതേപോലെ സുന്നി പള്ളിയിലെ ഖതീബായും അതേപോലെ അവിടെയുള്ള മറ്റ് മതപ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ടിരുന്ന ആളാണ്. ഇപ്പൊ അദ്ദേഹം മുമ്പ് ഓതി പഠിച്ച അതേ സ്ഥലത്ത് തന്നെ ചെങ്കോട്ടുകാവിൽ സലഫി മസ്ജിദിലെ ഖതീബായി അദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹവും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുകയാണ്. അതുപോലെ ബഹുമാനായ ഹുസൈൻ ദാരിമി, അദ്ദേഹത്തെയും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം സമീപമായ മമ്പാട്ടുമൂല സ്വദേശിയാണ്. നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ നിന്ന് ദാരിമി ബിരുദം വാങ്ങി പുറത്തു വന്നു. ശേഷം ചുങ്കത്തറക്കടുത്ത അണ്ടിക്കുന്ന്, അതേപോലെ കരുവാരക്കുണ്ടിലെ പണത്തുമ്മല് തുടങ്ങിയ വാക്കോട്, കരുവാരക്കുണ്ട് തുടങ്ങി ധാരാളം സ്ഥലങ്ങളിൽ മദ്രസയിൽ അധ്യാപകനായി ജോലി ചെയ്യുകയും ശേഷം ഇടക്കാലത്ത് വിദേശത്ത് പോവുകയും ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ആദർശവുമായി ബന്ധപ്പെടുകയും ശേഷം ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ വേദികളിൽ ഇതുപോലുള്ള സംരംഭങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്യുന്നു.
അദ്ദേഹം ഇപ്പോൾ വേങ്ങരക്കടുത്ത് മുതലമാട് പള്ളിയിൽ അദ്ദേഹം ഇമാമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ കൂടെയുള്ള അഹമ്മദ് ഫൈസി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നേരത്തെ അദ്ദേഹം സംസാരിച്ചു, അപ്പോൾ നാം പരിചയപ്പെടുത്തി. അതുപോലെ ഉമർ ഫൈസി, അദ്ദേഹത്തെയും ഇസ്ലാഹി പ്രവർത്തകന്മാർക്ക് സുപരിചിതനാണ്, ഈ നാട്ടുകാർക്കും സുപരിചിതനാണ്. അടുത്ത പ്രദേശത്ത് പലപ്പോഴായി ബന്ധപ്പെടുകയും ഇതിന് സമീപ പ്രദേശങ്ങളിൽ കിതാബോധി പഠിക്കുകയും പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ നിന്ന് ഫൈസി ബിരുദം കരസ്ഥമാക്കുകയും അങ്ങനെ എറണാകുളം ജില്ലയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സെക്രട്ടറിയായി ആ സ്ഥാനമേൽക്കുകയും ചെയ്ത ബഹുമാനായ ഉമർ ഫൈസി, അദ്ദേഹം ഇപ്പോൾ വിദേശ രാജ്യത്ത് മറ്റൊരു ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് നാടുകളിൽ അധികവും അദ്ദേഹത്തെ നമ്മൾ കാണാത്തത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദികളിൽ സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും സജീവമായി രംഗത്തുള്ളവരാണ് ബഹുമാനായ ഉമർ ഫൈസി. അതേപോലെ ഹുസൈൻ ഫൈസി പന്നിപ്പാറ യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രസ്ഥാന വേദിയിലേക്ക് ഈ ഒരു ഒഴുക്ക് ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള കാലങ്ങളിൽ കടന്നു വന്നവരാണ് ഹുസൈൻ ഫൈസിയും ഈയുള്ള ഞാനുമൊക്കെ. ഇപ്പൊ ഞങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, നമ്മളൊക്കെ വന്ന കാലത്ത് ആകെ 2-3 ആൾ ഉണ്ടായിരുന്നുള്ളൂ മുസ്ലിയാക്കന്മാർ എന്ന പേരിൽ. ഇപ്പൊ ആരാണ് എന്ന് പോലും പരസ്പരം അറിയാത്ത വിധം നാൾക്ക് നാളെന്നോണം പുതിയ പുതിയ ആളുകൾ ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് ഞങ്ങളൊക്കെ പലപ്പോഴും പരസ്പരം കാണുമ്പോൾ ആ ഒരു സന്തോഷം പരസ്പരം പങ്കുവെക്കാറുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അഹമ്മദ് ഫൈസി 4 മാസമേ ആയുള്ളൂ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട്. അങ്ങനെ പലരും ഇടവണ്ണപ്പാറക്കത്തുള്ള ഇസ്മായിൽ ഫൈസി ഈ നോട്ടീസ് ഇറങ്ങിയതിനു ശേഷമാണ് അദ്ദേഹത്തെ നാം പരിചയപ്പെടുന്നതും അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദിയിൽ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നതും. അദ്ദേഹം ഇന്ന് വരാമെന്ന് ഏറ്റതാണ്, പക്ഷേ ചില പ്രതിബന്ധങ്ങളാൽ അദ്ദേഹത്തിന് എത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വേദിയിലുള്ള മുസ്തഫ സഖാഫി അൽ കാമിലി നമ്മുടെ സമീപപ്രദേശമായ പട്ടാമ്പി സ്വദേശിയാണ്, പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശവുമായി ബന്ധപ്പെട്ട് ആ വഴിയിലേക്ക് വന്നിട്ട് ഏതാനും വർഷങ്ങളായി അദ്ദേഹം വിദേശ രാജ്യത്ത് മറ്റൊരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വ്യത്യസ്ത പള്ളി റസൂലിൽ പഠിക്കുകയും ശേഷം 7 കൊല്ലം കാരന്തൂർ മർക്കസ് സഖാഫത്തി സുന്നയിൽ ബഹുമാന്യരായ അലവി സഖാഫിയുടെയും സുലൈമാൻ സഖാഫിയുടെയും കൂടെ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ നിന്നുകൊണ്ട് പഠിക്കുകയും കാമിലി ബിരുദം കൂടി സഖാഫിക്ക് പുറമെ എടുക്കുകയും ശേഷം പുറത്തിറങ്ങി ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടെടുക്കുകയും അതിനിടയിൽ വിദേശത്ത് പോവുകയും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം മനസ്സിലാക്കി ആ വഴിയിലേക്ക് മാറി വരികയും ചെയ്ത ആളാണ് മുസ്തഫ സഖാഫി അൽ കാമിലി. ഇൻഷാ അല്ലാഹ് അദ്ദേഹം നമ്മോട് സംസാരിക്കും. അതേപോലെ കൂടെയുള്ള മുഹമ്മദ് ദാരിമി, അദ്ദേഹവും അടുത്ത കാലങ്ങളിലായി ഇസ്ലാഹി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരാണ്. ഇടവണ്ണപ്പാറ അടുത്തുള്ള സ്വദേശിയാണ് അദ്ദേഹം. നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ നിന്ന് ദാരിമി ബിരുദം വാങ്ങി ഈ മത പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങുകയും അതിനിടയിൽ താൻ മനസ്സിലാക്കിയ ആദർശത്തിൽ എവിടെയോ അബദ്ധമുണ്ടെന്ന് മനസ്സിലാക്കി പഠിക്കാൻ തയ്യാറാവുകയും അതിലൂടെ ഇസ്ലാഹി പ്രസ്ഥാനം മുമ്പോട്ട് വെക്കുന്ന ആദർശമാണ് യാഥാർത്ഥ്യമെന്ന് ബോധ്യമായി ആ വഴിയിലേക്ക് മാറി വരികയും ചെയ്തവരാണ്. അതേപോലെ അബ്ദുൽ ഹമീദ് മുസ്ലിയാർ വിളയിൽ, അദ്ദേഹമൊക്കെ എന്നെപ്പോലെ തന്നെ കുറച്ച് മുമ്പേ വന്നവരായിരിക്കുന്നതുകൊണ്ട് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കീശേരിക്കടുത്ത് വിളയിൽ സ്വദേശിയാണ്. വ്യത്യസ്ത ദർസുകളിൽ ഓതിപ്പടിച്ചു, പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. കാഞ്ഞങ്ങാട് പോലുള്ള പ്രദേശങ്ങളിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് ഖതീബായും സമാനമായ ഉത്തരവാദിത്തങ്ങളുമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ജീവിച്ചു. ഇടയിലാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തെ ആദർശം മനസ്സിലാക്കി ഈ പ്രസ്ഥാനത്തിന്റെ വഴിയിലേക്ക് മാറി നിൽക്കാൻ അദ്ദേഹം തയ്യാറായത്. അതേപോലെ സഖാഫിയുടെ സമീപത്തിരിക്കുന്ന അബ്ദുൾ റസാഖ് മുസ്ലിയാർ, അദ്ദേഹവും എടവണ്ണപ്പാറക്കടുത്തുള്ള സ്വദേശിയാണ്. അദ്ദേഹവും അടിസ്ഥാനമായ പ്രാഥമികമായ പഠനങ്ങൾ വ്യത്യസ്തമായ ദർസുകളിൽ നിന്ന് ബാലുശ്ശേരിക്കടുത്ത ഈയാട്, അതേപോലെ കണ്ണൂരിലെ സിറ്റി തയ്യിൽ ജുമാ മസ്ജിദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് മതപഠനം നേടുകയും ശേഷം വ്യത്യസ്ത മദ്രസകളിൽ ജോലി ചെയ്യുകയും ഇസ്ലാഹി പ്രസ്ഥാനവുമായി ചങ്ങരംകുളം സമ്മേളനത്തോടുകൂടി അടുക്കുകയും അങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദികളിൽ അദ്ദേഹം വരികയും ഇപ്പോൾ തെയ്യാലയിലെ താനൂരടുത്ത് തെയ്യാലയിലെ സലഫി പള്ളിയിൽ അദ്ദേഹം ജോലി ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ധാരാളം വ്യക്തിത്വങ്ങൾ ഇനി വരാത്തവരുണ്ട്. നൂറുദ്ദീൻ ലബ്ബാദാരിമി വരാമെന്ന് ഏറ്റതാണ്, ചില പ്രയാസങ്ങൾ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ SSFന്റെ മുൻ കൊല്ലം ജില്ലാ സെക്രട്ടറിയായ YS സലീം അഹമ്മദാനി, അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം ഇവിടെ എത്തും, അദ്ദേഹം നമ്മളുമായി സംസാരിക്കും. ഇങ്ങനെ ധാരാളം ആളുകൾ, ഇത് ഏകദേശം വന്നവരിൽ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് എത്രയോ ഇരട്ടി
ഇനിയുമുണ്ട്. മനസ്സിലാക്കിയിട്ടും ഈ വഴിയിലേക്ക് വരാൻ പല കാരണങ്ങളാൽ, പല തടസ്സങ്ങളാൽ മടിച്ചു നിൽക്കുന്ന മനുഷ്യന്മാരും ഈ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിലുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. ഇതൊക്കെ പേടാണെങ്കിൽ, ഇതൊക്കെ തട്ടി ഒഴിവാക്കിയ പേടുകയാണെങ്കിൽ 15 കൊല്ലം സമസ്തയുടെ മുഫത്തിസായ ബഷീർ ദാരിമി അദ്ദേഹം പേടാണെങ്കിൽ, അദ്ദേഹം പോന്നിട്ട് പിന്നെ ശേഷം മുഫത്തിസായി വന്ന ആള് പേടല്ല എന്ന് എന്താ ഉറപ്പുള്ളത്? അതേപോലെ ഉമർ ഫൈസി ഞാൻ സൂചിപ്പിച്ചു, എറണാകുളം ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നവരാണ്. അദ്ദേഹം പേടായിരുന്നുവെങ്കിൽ ശേഷം ആ സ്ഥാനത്ത് സ്വീകരിക്കുന്നവർ നാളെ അതും പേടാണ് എന്ന് എന്തുകൊണ്ട് പറയില്ല എന്നേ ചോദിക്കാനുള്ളൂ. ആ നിലക്ക് ഖതീബുമാരായി, മുദരിസുമാരായി, സദറാധ്യാപകന്മാരായി ജോലി ചെയ്തു പോന്ന മനുഷ്യന്മാർ അതൊക്കെ പേടാണെങ്കിൽ അപ്പുറത്തുള്ള മുസ്ലിയാക്കന്മാർ പേടിക്കണം എന്നാണാവോ അവരെ കുറിച്ച് കൂടി ഈ ആരോപണം ഉണ്ടാവുക? മുമ്പ് മുജാഹിദ് സ്ഥാനത്തിലേക്ക് ഹുസൈൻ ഫൈസിയെ പോലെയുള്ള, യൂസുഫ് മുസ്ലിയെ പോലെയുള്ള ആളുകൾ കടന്നു വന്നപ്പോൾ എന്റെ നാട്ടിൽ അത്തരക്കാരെ കൊണ്ടുവന്ന് പ്രഭാഷണം സംഘടിപ്പിച്ചാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അന്ന് മാറി 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 ഇങ്ങനെ മുസ്ലിയാക്കന്മാർ പ്രസംഗിച്ചപ്പോൾ ഗതിമുട്ടിയ ഒരു പണ്ഡിതൻ അവിടെ മറുപടി പറയാൻ വന്നപ്പോ അയാൾ പറഞ്ഞു, ഇത് സമസ്തയുടെ കറാമത്താണ് എന്ന്. അതെന്താ കറാമത്ത്? മുജാഹിദിന്റെ വേദിയിൽ ഫൈസി പ്രസംഗിക്കുന്നു, മുജാഹിദിന്റെ സ്റ്റേജിൽ ദാരിമി പ്രസംഗിക്കുന്നു, മുജാഹിദിന്റെ സ്റ്റേജിൽ ബാക്കവി പ്രസംഗിക്കുന്നു, ഇത് സമസ്തയുടെ കറാമത്താണ് എന്ന. അപ്പൊ അന്ന് മറുപടി പറഞ്ഞ മുജാഹിദ് പണ്ഡിതൻ പറഞ്ഞു, ഇങ്ങനെ കറാമത്ത് കാട്ടിയാൽ ഒരു 10 കൊല്ലം കൊണ്ട് സമസ്ത പൂട്ടേണ്ടി വരുമല്ലോ. ഇവിടെയുള്ള മനുഷ്യന്മാരുള്ള അങ്ങോട്ട് പറഞ്ഞേക്കലാണ് കറാമത്തെങ്കിൽ 10 കൊല്ലം കൊണ്ട് കാലിയായി പൂട്ടിപ്പോകേണ്ടി വരില്ലേ എന്ന് ചോദിച്ച അച്ചോദ്യം അന്നൊരു പക്ഷേ തമാശയായിരുന്നെങ്കിൽ ഇന്നത് യാഥാർത്ഥ്യമാകുമോ എന്ന് ചിന്തിക്കേണ്ടതാണ് കാര്യങ്ങളുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പണ്ഡിതന്മാർ ഓരോരുത്തരും സംസാരിക്കും. നമ്മുടെ ബഹുമാന്യനായ ബാദുഷാ ബാഖവി അദ്ദേഹം ഇവിടെയുണ്ട്, നമ്മുടെ വേദികളിൽ ഇന്ന് സജീവമായി രംഗത്തുള്ള ആളാണ്. അദ്ദേഹം നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതേപോലെ ബഷീർ ദാരിമിയും മുസ്തഫ സഖാഫിയും ഒക്കെ നമ്മോട് സംസാരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ആദ്യാവസാനം വരെ ഈ ശബ്ദം ശ്രദ്ധിക്കണേ എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ഇതൊരിക്കലും വിദ്വേഷം തീർക്കാനല്ല, ഇതൊരിക്കലും ആരെയും തോൽപ്പിക്കാനല്ല, ഇതൊരിക്കലും ആരുടെയും മേലെ കയറി നിൽക്കാനല്ല. പകരം ഇതാണ് സത്യമെന്ന്, ഇതാണ് സുന്നത്തിന്റെ ജമാഅത്തിന്റെ ആദർശമെന്ന് ബോധ്യപ്പെടുത്തുകയും ആവശ്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാൻ ഇതൊരു നിമിത്തമായെങ്കിൽ എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി വ്യത്യസ്ത വിഷയങ്ങളെ അടിസ്ഥാനമാക്കി നമ്മുടെ പണ്ഡിതന്മാർ നമ്മോട് സംസാരിക്കും. ഒന്നാമതായി ബഹുമാന്യനായ ബാദുഷാ ബാഖവി അദ്ദേഹം നമ്മുടെ തർക്ക വിഷയങ്ങളിൽ പ്രധാനമായും എടുത്തു കാണിക്കപ്പെടുന്ന സ്ത്രീ, ജുമുഅ ജമാഅത്ത്, അതേപോലെ ഖുത്ബയുടെ ഭാഷ, തറാവീഹ് തുടങ്ങിയ വിഷയങ്ങളിൽ പ്രമാണങ്ങൾ എന്തു പറയുന്നുവെന്ന്, ഇസ്ലാഹി പ്രസ്ഥാനം എന്താണ് അവർ സ്വീകരിച്ച നിലപാട് എന്ന് ചുരുങ്ങിയ സമയത്തിൽ 20 മിനിറ്റാണ് ഓരോരുത്തർക്കും നൽകാൻ നമുക്ക് സാധിക്കുക. അതിൽ ഒതുങ്ങിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് അദ്ദേഹം സംസാരിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون.
വേദിയിലിരിക്കുന്ന ആദരണീയരായ പണ്ഡിതന്മാരെ, എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന സ്നേഹനിധികളായ ഇസ്ലാഹി പ്രവർത്തകരെ, സത്യവിശ്വാസികളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തഖ്വ ചെയ്ത് നമ്മുടെ ജീവിതം പടച്ചവൻ തൃപ്തിപ്പെട്ട നിലയിലാക്കി തീർക്കണമേ എന്ന് തുടക്കത്തിലെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മിൽ നിന്നും ഇത് നല്ലൊരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങനൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്നുള്ളത് പ്രിയപ്പെട്ട സുഹൃത്ത് ഫൈസൽ മുസ്ലിയാർ വേണ്ടതുപോലെ നിങ്ങളോട് വിശദീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഒരാമുഖമായ വിശദീകരണം ഇവിടെ നടത്തുന്നില്ല. വളരെ പരിമിതമായ സമയത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ മേൽ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല. സഹോദരങ്ങളെ, ഒരു ഇസ്ലാഹി പ്രവർത്തകനായിക്കൊണ്ട് ഈ വേദിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം അള്ളാഹുവിന്റെ ദീനിനെക്കുറിച്ച് വ്യക്തമായി ധൈര്യത്തോടുകൂടി പറയാൻ ഇന്ന് കഴിയുന്ന വേദി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദി മാത്രമേ ഉള്ളൂ. ഞാൻ ഏകദേശം 1.5 വർഷക്കാലത്തോളമായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ നിന്നുകൊണ്ട് ദീനുമായി ബന്ധപ്പെട്ട, ദഅവത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ കാലയളവിൽ ഈ ഉള്ളവൻ അനുഭവിക്കുന്ന ആത്മസംതൃപ്തി അത് എന്തുമാത്രമുണ്ട് എന്നുള്ളത് ഒറ്റവാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഈ പ്രസ്ഥാനം ഈ സമുദായത്തിന്റെ മുമ്പിൽ പറയുന്നത് ഇവിടെയുള്ള പ്രസ്ഥാന വിരോധികളായ ആളുകളുടെ ജീവിതത്തിലുള്ള മോശവശങ്ങളെ കുറിച്ചല്ല, മറിച്ച് പ്രസ്ഥാനം ഈ സമുദായത്തെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയും ദീനിന്റെ ശരിയായ വശം ഇതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയ ആളുകൾ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ പണ്ഡിതന്മാരായ ഫൈസിമാരും ദാരിമിമാരും സഖാഫിയും അതേപോലെ ബാക്കവിമാരും എല്ലാം ഈ വേദിയിൽ പങ്കെടുത്തിട്ടുള്ളത് ഈ ശബ്ദം കേൾക്കുന്ന ഈ പുത്തനങ്ങാടി പ്രദേശത്തുള്ള സുന്നികളെന്ന് പറയപ്പെടുന്ന ഉസ്താദുമാരെയോ അല്ലെങ്കിൽ അനുഭാവികളായ ആളുകളെയോ പരാജയപ്പെടുത്തുവാൻ വേണ്ടി അല്ല, മറിച്ച് ഈ കൂട്ടായ്മ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നിടത്ത് ശരിയുണ്ട്, മുജാഹിദ് പ്രസ്ഥാനം ഈ സമുദായത്തെ ഉദ്ഘോഷിക്കുന്നത് സത്യത്തിലേക്കും യാഥാർത്ഥ്യത്തിലേക്കുമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വിമർശന ബുദ്ധിയോടുകൂടി ഒരിക്കലും ഇത്തരത്തിലുള്ള പരിപാടികൾ വീക്ഷിക്കാതെ കണ്ട് ഒരു ഗുണകാംക്ഷിയുടെ മനസ്സോടുകൂടി, ഒരു സത്യം ഗ്രഹിക്കണമെന്ന ഒരു സത്യാന്വേഷിയുടെ മനസ്സോടുകൂടി ഇത്തരം പരിപാടികൾ നിങ്ങൾ വീക്ഷിക്കുക. അതിലൂടെ സത്യം മനസ്സിലായെങ്കിൽ, ബോധ്യപ്പെട്ടുവെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ചങ്കൂറ്റം കാണിക്കുക എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ സുന്നികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ, നമ്മുടെ ഉസ്താദുമാര് നമ്മുടെ നാട്ടിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്ന, നമ്മിൽ പല ആളുകളെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്യാതിരുന്ന ആളുകൾ, പഴയ കാലങ്ങളിൽ ഞാനടക്കമുള്ള ആളുകൾ, ഇവിടെ പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട ഉസ്താദുമാര്, പണ്ഡിതന്മാർ, അവരെല്ലാം ഒരു കാലഘട്ടത്തിൽ വളരെയധികം വിമർശിച്ചിരുന്ന പല വിഷയങ്ങളുണ്ട്. ആ പല കാര്യങ്ങളും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ ശരിയായി ഉള്ള കാര്യമാണ് എന്നുള്ളത് ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ അടുത്ത് ഒരു ചർച്ച ചെയ്ത് ഒരു സംവാദത്തിലേക്ക് എത്തിയ ഒരു വിഷയം, സ്ത്രീ ജുമുഅ ജമാഅത്ത് എന്ന വിഷയം. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഇടയിൽ പല ആളുകളും, സുന്നികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ, അവരുടെ ഇടയിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന വിഷയം
സ്ത്രീകൾ ജുമുഅ ജമാഅത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പള്ളിയിൽ പോകുന്ന വിഷയത്തില് ഈ സുന്നികൾ എന്ന് പറയപ്പെടുന്നവരുടെ വിധി എന്താണ് എന്ന് വ്യക്തമായി അറിയുന്ന ആളുകളാണ്. ഹറാമാണ് എന്ന വിധിയുടെ പുറത്താണ് ഇന്നും പല ആളുകളുമുള്ളത്. ഇന്നും പല വേദികളിലും ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുന്നതും പല വേദികളിലും നെഞ്ചിലിടിച്ച് വിലപിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവും ഇത് തന്നെയാണ്. പെണ്ണുങ്ങൾ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഭാര്യമാർ, സ്ത്രീജനങ്ങൾ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന വിഷയം അത് ഹറാമാണ് എന്നാണ് ഈ സമുദായത്തെ പരിചയപ്പെടുത്തിയിരുന്നത്. അങ്ങനെയാണ് ഒരു കാലഘട്ടത്തിൽ ഈ ഉള്ളവനടക്കമുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നതും. പെണ്ണുങ്ങൾ പള്ളിയിൽ പോക്ക് ഹറാമാണ്. പ്രമാണം അതിന് നോക്കിയിട്ടില്ല. കാരണം എന്താ? ഉസ്താദുമാര് പറഞ്ഞതല്ലേ. ഉസ്താദുമാര് പറഞ്ഞതിൽ പിഴവുണ്ടാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉസ്താദുമാര് പറഞ്ഞത് വെള്ളം തൊടാതെ വിഴുങ്ങിക്കൊണ്ട് പെണ്ണുങ്ങൾ പള്ളിയിൽ പോക്ക് ഹറാമാണ് എന്ന് ഞങ്ങളടക്കമുള്ള പല ആളുകളും ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അത് തലശ്ശേരിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഷീർ ദാരിമി അടക്കമുള്ള ചില ആളുകൾ അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഇന്ന് സുന്നികൾ കൊണ്ടു നടക്കുന്ന പല വിധികളും ആ വിധികൾ ഇസ്ലാമികമല്ല, മദ്ഹബിന്റെ പേരിൽ കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും അത് ഇസ്ലാമികമല്ല, അത് ഇസ്ലാമിക വിരുദ്ധമായ വിധികളാണ് എന്ന് തെര്യപ്പെടുത്തിക്കൊണ്ട് ഖുത്ബയുടെ ഭാഷ, സ്ത്രീ ജുമുഅ ജമാഅത്ത്, അപ്രകാരം മദ്ഹബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്തപ്പോൾ അവിടെയുള്ള സുന്നി പ്രവർത്തകരായ ആളുകൾ ആ വിഷയം ഏറ്റെടുക്കുകയും അഭിഷേകമായി കൊണ്ട് ഒരു സംവാദം നമുക്ക് നടത്താമെന്ന് പറയുകയും ആ സംവാദം നടത്താമെന്ന് പറഞ്ഞതിന്റെ ഫലമായി സമ്മേളനത്തിന് മുമ്പായി ഒരു സംവാദ വ്യവസ്ഥയ്ക്ക് വേണ്ടി തലശ്ശേരിയിലിരുന്നു. നമ്മുടെ നാട്ടിലെ പല ആളുകളും വലിയ മഹാന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മുസ്ലിയാക്കന്മാര്, പണ്ഡിതന്മാർ, ആ മഹാന്മാരായ ആളുകൾ തന്നെയാണ് സംവാദ വ്യവസ്ഥയിൽ നമ്മുടെ മുമ്പിലിരുന്നത്. വ്യവസ്ഥയിലിരുന്നപ്പോൾ മുജാഹിദ് പക്ഷത്തു നിന്നും പ്രിയപ്പെട്ട സുഹൃത്ത് ഹനീഫ് കായക്കൊടി വിഷയം അവതരിപ്പിച്ചു. അവരോട് കാര്യങ്ങൾ പറഞ്ഞു. സ്ത്രീ ജുമുഅ ജമാഅത്ത് വിഷയത്തിൽ മുജാഹിദ് പക്ഷത്തിന്റെ വാദം ഇതാണ്: പെണ്ണുങ്ങൾ പള്ളിയിൽ പോകൽ കൂലി കിട്ടുന്ന കാര്യമാണ്, പുണ്യകരമാണ്, അനുവദനീയമാണ്. ഈ വിഷയം മുജാഹിദ് പ്രസ്ഥാനം അന്ന് ആ വ്യവസ്ഥയിൽ പറഞ്ഞപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മുസ്ലിയാക്കന്മാരെ, നമ്മുടെ നാട്ടില് ദീൻ പറഞ്ഞു തരുന്ന, നമ്മുടെ നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ ഇവ ഹറാമാണ് എന്ന് പറഞ്ഞ ആ ഉസ്താദുമാര് ഹറാമാണ് എന്ന വാദം എഴുതാൻ തയ്യാറായില്ല. ഹറാമാണെന്ന വാദം എഴുതാൻ തയ്യാറായില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഹറാമാണെന്ന വാദം എഴുതുന്നില്ല എന്ന് മുജാഹിദ് പക്ഷത്തു നിന്നും വ്യക്തമായി ചോദിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് എഴുതുന്നില്ല? പഴയ കാലത്ത് 974 കാലഘട്ടത്തില് കുണ്ടുതോട് സംവാദ വ്യവസ്ഥയിൽ നിങ്ങൾ എഴുതിയത് ഈ സ്ത്രീ ജുമുഅ ജമാഅത്ത് ഹറാമാണ് എന്നാണല്ലോ, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ എഴുതുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അഹ്സനി മുസ്ലിയാക്കന്മാര് അവിടെ തന്ന മറുപടി എന്താണെന്നറിയുമോ? ഇത് മൗലവി തലശ്ശേരിയാണ്, കുണ്ടുതോടല്ല എന്ന്. തലശ്ശേരിയാണ്, കുണ്ടുതോടല്ല. അതിനർത്ഥം എന്താ? ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും ഓരോ മതം സ്വീകരിക്കുകയാണ്, ഓരോ ആദർശം സ്വീകരിക്കുകയാണ്. ഇന്ന് ഹറാമാണെന്ന് പറഞ്ഞ പലതും നാളെ തള്ളിപ്പറയുന്ന ആ സ്വഭാവം, അതായത് രണ്ട് കലത്തിൽ കഞ്ഞി വെച്ച് ശീലിച്ച ആളുകൾ, അവർ ആ സ്വഭാവം അവരുടെ ജീവിതത്തിൽ എല്ലാ ഭാഗത്തും കാണിക്കുമെന്നതിന്റെ വ്യക്തമായ ഒരു ഉദാഹരണമായിരുന്നു തലശ്ശേരി സംവാദ വ്യവസ്ഥയിൽ കണ്ടത്. അവസാനം എവിടെയെത്തി? സ്വന്തം മദ്ഹബ് അവിടെ പ്രമാണമായിക്കൊണ്ട് വിശുദ്ധ ഖുർആനും ഹദീസും സുന്നത്തുമാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചത്. അക്കൂട്ടത്തിൽ പറയുകയും ചെയ്തു, ഷാഫി ഇമാമിന്റെ പിന്തുണ പോലും ഇന്ന് സുന്നികൾ വാദിക്കുന്ന ഈ വിഷയത്തിൽ ഇല്ല എന്ന് മുജാഹിദുകൾ സമർത്ഥിച്ചു കൊടുത്തപ്പോൾ, നമ്മുടെ പണ്ഡിതന്മാർ വ്യക്തമാക്കി കൊടുത്തപ്പോൾ അവിടെ വെള്ളമിറക്കേണ്ട അവസ്ഥയുണ്ടായി. എന്നിട്ടോ ഇപ്പോഴും നിങ്ങൾ അറിയണം, വിരോധാഭാസത്തിന്റെ ആ ഗാംഭീര്യം നിങ്ങൾ അറിയണമെങ്കിൽ തലശ്ശേരിയിൽ കഴിഞ്ഞ 16-ാം തീയതി സംവാദം നടന്നു. രാവിലെ 10:30 മണി മുതൽ ആരംഭിച്ച സംവാദം ഏകദേശം 2 മണിയോളം നീണ്ടു നിന്നു. രാവിലെ 10:30 മണി മുതൽ ആരംഭിച്ച് 2 മണി വരെ നീണ്ടുനിന്ന സംവാദത്തിൽ ഈ ലഭ്യരായിക്കൊണ്ട് ഉസ്താദുമാർ ഇറങ്ങിപ്പോയപ്പോൾ നമുക്ക് സങ്കടം ഉണ്ടായിരുന്നു. അവര് നാണം കെട്ടിറങ്ങിപ്പോകുന്ന രംഗം കണ്ടപ്പോൾ. കാരണം എന്താ? സമുദായത്തിന്റെ മുമ്പിൽ വലിയ വീരവാദം പറഞ്ഞ് നടന്ന ആളുകൾ ഇന്ന് ആ വാദം തിരുത്തി കുറിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണല്ലോ. അത് നമുക്ക് വിഷമമുണ്ട്. പക്ഷേ ദീനിന്റെ ആ വിഷയമല്ലേ, ഇസ്ലാമിന്റെ വിഷയമല്ലേ, അള്ളാന്റെ ദീനല്ലേ, ആ വിഷയത്തിൽ തിരുത്തേണ്ടത് തിരുത്തുക എന്നുള്ളതാണ് മുസ്ലിമിന്റെ ബാധ്യത. തലശ്ശേരിയിൽ ഇറങ്ങിപ്പോയതിനു ശേഷം അന്ന് രാത്രി ഈ ഉള്ളവന് എടപ്പാളിൽ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് ഫോൺ ചെയ്തു. എന്നിട്ട് ചോദിച്ചു, തലശ്ശേരി സംവാദം എന്തായി?
ഞാൻ പറഞ്ഞു നമ്മുടെ പണ്ഡിതന്മാര് വിഷയങ്ങൾ വേണ്ടതുപോലെ അവതരിപ്പിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു. ഷാഫി ഇമാമിന്റെ അഭിപ്രായം പോലും ഇവർക്ക് അനുകൂലമല്ല എന്നതിന്റെ വ്യക്തമായ രേഖകൾ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ എന്റെ സുഹൃത്ത് പറയുകയാണ്, എന്നാൽ എടപ്പാട് ഗംഭീര പ്രകടനം നടന്നു. എടപ്പാട് ഗംഭീര പ്രകടനം നടന്നു. സംവാദം നടന്നത് തലശ്ശേരിയിൽ, ഗംഭീര പ്രകടനം നടന്നത് എടപ്പാട്. സ്വന്തം നാട്ടില് തലശ്ശേരിയിൽ സംവാദം നടന്നിട്ട് അവിടെ പോലും പ്രകടനം നടത്താൻ കഴിയാതെ കണ്ട്, അവിടെ പോലും വിജയാഹ്ലാദം നടത്താൻ കഴിയാതെ കണ്ട് ഇളബ്യരായിപ്പോയ ആളുകളുടെ പിൻഗാമികൾ, അവരുടെ അനുഭാവികൾ എടപ്പാട് പ്രകടനം നടത്തുകയായിരുന്നു. പല സ്ഥലങ്ങളിലും അങ്ങനെ പ്രകടനം നടത്തിയെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. സഹോദരങ്ങളെ, ഇതാണ് വിരോധാഭാസം. ഈ അവസ്ഥയിലേക്ക് ഈ സമുദായത്തിലുള്ള മുസ്ലിയാക്കന്മാർ എത്തിപ്പെട്ടു. കാരണം എന്താ? പ്രമാണമനുസരിച്ചല്ല അവർ ദീൻ പറഞ്ഞത്. പ്രമാണമനുസരിച്ച് ദീൻ പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇളബ്യരായി പോകേണ്ട ആവശ്യമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് നാം ധൈര്യമായിട്ട് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുമ്പോൾ പ്രമാണമനുസരിച്ചാണ് പറയുന്നതെങ്കിൽ ഈ പറയുന്ന എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ പ്രമാണമനുസരിക്കാതെ പ്രമാണത്തിന് വിരുദ്ധമായിക്കൊണ്ട് പറയുകയാണെങ്കിൽ അത് തിരുത്താൻ പ്രാപ്തരായ ആളുകളാണ് ഇരിക്കുന്നത് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ, പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്ന വിഷയത്തിൽ സ്വന്തം വാദം തിരുത്തി എഴുതിയ ആളുകൾ പല വിഷയങ്ങളിലും തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. മുജാഹിദാകുക എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ എന്റെ അടുത്ത പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട്, നീ മുജാഹിദായോ, എന്നാ പിന്നെ ദിക്റും ദുആയും സലാത്തൊന്നും ജീവിതത്തിൽ വേണ്ടല്ലോ. അങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്ന പലരും. ദിക്റ്, സലാത്ത്, ദുആ എന്നും മുജാഹിദുകൾക്കില്ല, അതൊന്നും വേണ്ട എന്നൊരു കാഴ്ചപ്പാടാണ് നമ്മുടെ സുന്നികളെന്ന് അറിയപ്പെടുന്ന നമ്മുടെ മുസ്ലിയാക്കന്മാര് സാധാരണക്കാരെ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ ശബ്ദം ശ്രവിക്കുന്ന സാധാരണക്കാരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുജാഹിദ് പ്രസ്ഥാനം ദിക്റുകൾക്കോ ദുആകൾക്കോ സലാത്തിനോ ഒരിക്കലും വിലക്കേർപ്പെടുത്തിയിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന് നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന ഇല്ല എന്നാണ് പറയുന്നത്. ശരിയാ, മുജാഹിദ് പ്രസ്ഥാനത്തിന് നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന ഇല്ല. അതിന്റെ കാരണം എന്താ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 20,000 വഖ്തോളം ജമാഅത്തായി നമസ്കരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം അള്ളാഹുവിന്റെ പ്രവാചകൻ നമസ്കാരത്തിന് ശേഷം, പറഞ്ഞ നമസ്കാരത്തിന് ശേഷം തിരിഞ്ഞിരുന്ന് ഇന്ന് നമ്മുടെ പള്ളിയിലെ സുന്നി പള്ളികളിൽ കാണുന്ന പ്രകാരമുള്ള ആ കൂട്ടുപ്രാർത്ഥന സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുണ്ടോ? ഇല്ല. മറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തെ പഠിപ്പിച്ചു കുറെ കാര്യങ്ങൾ. നമസ്കാരത്തിന് ശേഷം ചെയ്യേണ്ട പ്രാർത്ഥനകൾ എന്താണ്, നമസ്കാരത്തിന് ശേഷം ഇമാമും മഅ്മൂമിങ്ങളും ചെയ്യേണ്ട പ്രാർത്ഥനകൾ, ദിക്റുകൾ എന്താണ്, അത് വ്യക്തമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വ്യക്തമായി പഠിപ്പിച്ചിരിക്കുന്ന ദിക്റുകളും ദുആകളും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പള്ളിയിലേക്കൊന്ന് കയറി നോക്കൂ. സലഫി പള്ളിയിൽ കയറി ഒരു വഖത്ത് നമസ്കരിച്ച ആ നമസ്കാരത്തിൽ പങ്കെടുത്തു നോക്കൂ. അവിടെയുള്ള പ്രവർത്തകർ അവിടെ ഇരുന്നു കൊണ്ട് ദിക്റും ദുആയും ചെയ്തുകൊണ്ട് പിരിയുന്നത് കാണാം. പക്ഷേ ഒരാൾ ഇരുന്നിട്ട് എന്തൊക്കെയോ അറബിയിൽ പറയുക, മറ്റുള്ള ആളുകൾ ആമീൻ പറയുക എന്ന ആ സമ്പ്രദായം അത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിൽപ്പെട്ടതല്ല, പ്രവാചകന്റെ ചര്യയിൽപ്പെട്ടതല്ല എന്ന് മാത്രമല്ല, ഇന്ന് സുന്നികൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ, ഈ കൂട്ടുപ്രാർത്ഥന സമ്പ്രദായം അവരംഗീകരിക്കുന്ന ഇമാമിന്റെ പ്രമാണം കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമല്ല. അവരംഗീകരിക്കുന്ന ഇമാമിങ്ങൾ, അവർ അംഗീകരിക്കുന്ന മദ്ഹബ്, ആ മദ്ഹബിന്റെ ഇമാമിങ്ങൾ നമസ്കാരത്തിന് ശേഷം ചെയ്യേണ്ട പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായ മസ്അലകൾ വിവരിച്ചിട്ടുണ്ട്. ഫത്ഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും നമസ്കാരത്തിന് ശേഷം ചെയ്യേണ്ട പ്രാർത്ഥന എന്ത്, അത് എപ്രകാരമായിരിക്കണം, ഇമാമും മഅ്മൂമിങ്ങളും എങ്ങനെ അത് നിർവഹിക്കണമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലും ഒരു വട്ടം വായിച്ചു നോക്കാതെ മുജാഹിദുകൾ കൂട്ടുപ്രാർത്ഥനയ്ക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിന്ദാബാദ് വിളിച്ചു നടക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനോട് ഒരല്പമെങ്കിലും മുജാഹിദ് പ്രസ്ഥാനം ഈ സമുദായത്തോട് പറയുന്ന ഏതൊരു വിഷയമുണ്ടോ ആ വിഷയം വളരെ കൃത്യമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ പ്രമാണത്തിന് വിരുദ്ധമായിക്കൊണ്ട് ഒരു സംഗതിയും ഈ സമുദായത്തെ പഠിപ്പിച്ചിട്ടില്ല. ഈ കാര്യം ബോധ്യപ്പെട്ട പല ആളുകളും നമ്മുടെ ഉസ്താദുമാരുടെ കൂട്ടത്തിലുണ്ട്. പല ബാക്കവികൾ, എന്റെ സുഹൃത്തുക്കളായ പല ബാക്കവികൾ, പല സുഹൃത്തുക്കളും ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട ആളുകളാണ്. നിങ്ങൾക്കറിയുമോ,
മുജാഹിദ് പ്രസ്ഥാനം ഈ സമുദായത്തെ പഠിപ്പിച്ചിരിക്കുന്ന ആദർശം ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പരിചയപ്പെടുത്തി തരികയും എനിക്ക് ആ വിഷയത്തിൽ പാതിരാത്രിയിൽ ഇരുന്ന് വ്യക്തമായി ക്ലാസ് എടുത്തു തരികയും ചെയ്ത ഒരു ഉസ്താദ്, ആ ഉസ്താദ് ഇപ്പോഴും സുന്നികളുടെ പക്ഷത്താണ്. സുന്നികളുടെ പക്ഷത്തെന്ന് പറഞ്ഞാൽ അവിടെ ഖുറാഫാത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. ചെയ്യുന്ന പണി ഖുറാഫാത്താണെന്നറിയാം, മാലാ മൗലിദുകൾ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾ തെറ്റാണെന്നറിയാം, അത് ബിദ്അത്താണെന്നറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഉറച്ചു നിൽക്കുകയാണ്. ഏത് പേടിച്ചിട്ട്? ഉപജീവനം പേടിച്ചിട്ട്. ഉപജീവനം പേടിച്ചുകൊണ്ട് തന്നെയാണ് ആ ഉറച്ചു നിൽക്കുന്നത്. കാരണം ശൈത്താന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ശൈത്താന്റെ സ്വഭാവം എന്താണ്? അശൈത്താനു യഅദുകുമുൽ ഫഖറ. ശൈത്താൻ ദാരിദ്ര്യത്തെ മുതലെടുക്കും. ദാരിദ്ര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പേടിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ശൈത്താനികമായ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും സത്യം ബോധ്യപ്പെട്ടിട്ടും ആ സത്യം അംഗീകരിക്കാത്തതിന്റെ കാരണം ഇത് തന്നെയാണ്. പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് പറയുന്നത് ഈ ഖുതുബ ഏത് കാലഘട്ടത്തിലാണ് ഖുതുബ പരിഭാഷ തുടങ്ങിയത് എന്നുള്ളത്. നമ്മൾ ഖുതുബ പരിഭാഷപ്പെടുത്തുന്നില്ല, മാതൃഭാഷയിൽ ഖുതുബ. ഒരു സംഗതി പരിഭാഷപ്പെടുത്തണം എങ്കിൽ അതിനൊരു മൂല്യകൃതി വേണം, ഒരു അടിസ്ഥാന ഗ്രന്ഥം വേണം. അത് ഇസ്ലാമിലില്ല. ഒരു അടിസ്ഥാന ഗ്രന്ഥം നബാത്തിയ ഖുതുബ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ സുന്നി പള്ളികളിൽ ഓതിക്കൊണ്ടിരിക്കുന്ന ആ ഖുതുബ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാൾ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളെ സമാഹാരമാക്കിക്കൊണ്ട് പുറത്തിറക്കിയതാണ്. അതല്ലാതെ അത് ഇസ്ലാമിന്റെ ആധികാരികമായ ഒരു ഖുതുബ കിതാബൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഖുതുബ പരിഭാഷ എന്നുള്ളതല്ല, മാതൃഭാഷയിലെ ഖുതുബ അത് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നുണ്ട്. അത് ഏതടിസ്ഥാനത്തിലാ? ഖുതുബ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വ്യക്തമാണ്. ഖുതുബ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഉത്ബോധനമാണ്. ജനങ്ങൾക്ക് ഉത്ബോധനം കൊടുക്കുന്ന വിഷയത്തില് സുന്നികൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പോലും ഒരു കാലഘട്ടത്തിൽ ഈ സമ്പ്രദായം ചെയ്തിരുന്നു എന്ന് വ്യക്തമായി അറിയാം. ചെറുശ്ശേരി ജൈനുദ്ദീൻ മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇന്നത്തെ ജനറൽ സെക്രട്ടറി ആണല്ലോ. ആ ചെറുശ്ശേരി ജൈനുദ്ദീൻ മുസ്ലിയാരുടെ ബഹുവന്യനായ പിതാവ് പോലും ഇത് നിർവഹിച്ചിരുന്നു എന്നാണ് അവരെ കുറിച്ച് അറിയുന്ന ആളുകൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് കാര്യം? ഇതൊരു നിഷിദ്ധമായ കാര്യം അല്ല, ഇതൊരു തള്ളിക്കളയേണ്ട വിഷയമല്ല. മറിച്ച് നീണ്ടന്ത പ്രമേയത്തോടു കൂടി ഈ സമുദായത്തിന്റെ മുകളിൽ കെട്ടിവെച്ച ഒരു ഹറാം ഭാണ്ഡത്തിൽപ്പെട്ട ഒരു സംഗതിയാണ് ഖുതുബ മാതൃഭാഷയിലാവുക എന്ന് പറയുന്ന സമ്പ്രദായം. കാരണം ഖുതുബ മാതൃഭാഷയിലായാൽ എല്ലാ വെള്ളിയാഴ്ചയും ഉസ്താദുമാർക്ക് പണിയായല്ലോ. അല്ലെങ്കിലോ സുഖമായിട്ട് കിടന്നിറങ്ങിയാൽ മതി. വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റ് കുളിയും നനയൊക്കെ കഴിഞ്ഞ് പുതിയ കുപ്പായൊക്കെ ഇട്ട് കമീസ് ഇട്ട് അതിന്റെ മുകളിൽ തലയെക്കെട്ടും കെട്ടി പിന്നെ ഒരു ഷാളൂട്ട് പിന്നെ ഒരു ടർട്ടിയും കൈ പിടിച്ചോണ്ട് ഖുതുബ കിതാബും പിടിച്ച് മുകളിലേക്ക് കയറി അങ്ങോട്ട് ഓതിയാ മതിയല്ലോ, വേറെ പണിയൊന്നുമില്ലല്ലോ. അത് മാതൃഭാഷയിലായാൽ വിഷയമുണ്ടാക്കണം, അത് ആനുകാലികമായിരിക്കണം, ഇസ്ലാമികമായിരിക്കണം, തഖ്വയിൽ അധിഷ്ഠിതമായിരിക്കണം, ജനങ്ങൾക്ക് അതുകൊണ്ട് ഉത്ബോധനം കിട്ടണം. അത്തരത്തിൽ വിഷയം ഉണ്ടാക്കലൊക്കെ വലിയ കാര്യപ്പെട്ട പണിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഹറാമു ഫത്വയാണ് താങ്കൾക്ക് എപ്പോഴും സുഖകരം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വല്ലവനും പുല്ലുമായുധം എന്ന് പറഞ്ഞതുപോലെ അതും പിടിച്ചുകൊണ്ട് നടക്കുന്ന ആ സ്വഭാവം. എന്നാൽ പ്രമാണമെന്ന് പരിശോധിച്ചു നോക്കൂ, ആധികാരികമായ രേഖകളൊന്ന് പരിശോധിച്ചു നോക്കൂ. ഖുതുബയുടെ ഭാഷ ഏതു തരത്തിലായിരിക്കണമെന്ന് വ്യക്തമായി പ്രമാണങ്ങളിൽ കാണാൻ കഴിയും. ഇത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബിയിൽ മാത്രമല്ലേ ഖുതുബ നടത്തിയിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മളും അങ്ങനെയല്ലേ ചെയ്യേണ്ടത്, അതല്ലേ ഇത്തിബാ എന്ന് പറയുന്ന പല ആളുകളുമുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ ജീവിതകാലം മുഴുവനും അറബി ഭാഷ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. പ്രവാചകന് അറബിയല്ലാത്ത മറ്റ് ഭാഷകൾ അറിയില്ലായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് നാം പഠിച്ചിട്ടുള്ളത് ഉമ്മി എന്നാണ്, നിരക്ഷര കുക്ഷി എന്നാണ്. ഇതര ഭാഷകൾ പ്രവാചകൻ അറിയില്ല എന്ന് മാത്രമല്ല, പ്രവാചകൻ അത് ചെയ്തത് അറബികളായ ആളുകളോട്, ആ ഭാഷ അറിയുന്ന ആളുകളോടാണ് ആ ഉത്ബോധനം നടത്തിയിട്ടുള്ളത്. അത് പ്രകാരം നോക്കിയാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിത്ർ സക്കാത്ത് കൊടുത്തിട്ടുള്ളത് എന്താ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് എന്ത് സാധന ഫിത്ർ സക്കാത്ത് കൊടുത്തത്? പ്രവാചകന്റെ കാലത്തുള്ള ധാന്യവും അന്നത്തെ സംഗതികളുമായിരുന്നു പ്രവാചകൻ എന്ത് ചെയ്തത്? ഫിത്ർ സക്കാത്ത് കൊടുത്തത്. അത് പ്രകാരമാണോ ഇന്ന് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്? അല്ല, ഇന്ന് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത് അതാത് നാട്ടിലുള്ള ധാന്യങ്ങളാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നത്. എന്താ കാരണം? അതാത് നാട്ടിലെ ആളുകൾ ഉപയോഗിക്കുന്ന സംഗതികളായതുകൊണ്ട്. അപ്രകാരം തന്നെയാണ് ഖുതുബയുടെ വിഷയത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം സ്വന്തം പ്രമാണം. ഒരു വട്ടം ഒന്ന് വായിച്ചു നോക്കിയിട്ട് അത് ഹറാമാണെന്ന് പറയുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്രകാരം തന്നെ എന്നോട് ഇവിടെ പരാമർശിക്കാൻ പറഞ്ഞ വിഷയങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് തറാവീഹിന്റെ റക്അത്തുകളുടെ വിഷയം. പ്രിയമുള്ള സഹോദരങ്ങളെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാബത്ത് അവിഷയത്തിൽ
എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതനുസരിച്ച് കൊണ്ട് തന്നെയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജനങ്ങൾക്ക് ഇമാമായി നിന്നുകൊണ്ട് നമസ്കരിച്ചിട്ടുള്ളത്. അതല്ലാതെ ഇന്ന് ഈ ജനങ്ങൾ ചെയ്യുന്നത് പോലെ 23 റക്അത്ത് എന്ന് പറയുന്ന ഒരു ക്ലിപ്തപ്പെടുത്തുന്ന ഒരു സംഗതി, അത് പ്രവാചകന്റെയോ സഹാബത്തിന്റെയോ കാലഘട്ടത്തിൽ വ്യക്തമായി വന്നൊരു സംഗതിയല്ല. അവിഷയകമായിക്കൊണ്ട് ആധികാരികമായ രേഖ പരിശോധിക്കുകയും ഹദീസുകളുടെ സ്വീകാര്യതയും ഹദീസുകളുടെ ളുഅഫും എന്താണെന്ന് വേർതിരിച്ചറിഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുവന്ന ആ പരാമർശങ്ങളെ ഒന്ന് വിലയിരുത്തുകയാണ് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിയാക്കന്മാര് സ്വീകരിച്ച, സുന്നികളെന്ന് പറയപ്പെടുന്ന സമസ്തക്കാര് സ്വീകരിച്ച ആ നയം തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം ഈ സമുദായത്തിന്റെ മുമ്പിൽ, ഈ ജനതയുടെ മുമ്പിൽ ഏതൊരു വിഷയങ്ങൾ പറയുന്നുണ്ടോ ആ വിഷയങ്ങളെല്ലാം വളരെ കൃത്യമാണ്, പ്രാമാണികമാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ പ്രമാണത്തിന് വിരുദ്ധമായ ഒരു സംഗതിയും ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നില്ല. പറയുക എന്നുള്ളതല്ല ഈ പ്രസ്ഥാനത്തിന്റെ നയം. മറിച്ച് ജനങ്ങളെ സത്യം മനസ്സിലാക്കി കൊടുക്കുക, ജനങ്ങൾക്ക് യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കുക, ദീനിന്റെ ശരിയായ വശങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറാൻ ഈ പ്രസ്ഥാനം കഴിഞ്ഞ കാലങ്ങളിൽ ആത്മാർത്ഥമായി പരിശ്രമിച്ചതിന്റെ ഫലമാണ് ഈ കാണുന്ന ജനക്കൂട്ടവും ഈ വേദിയിരിക്കുന്ന പണ്ഡിതന്മാരും. പല ആളുകളും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, പല ആളുകളും ഇപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ, സത്യം തുറന്നു പറയാനുള്ള വെമ്പലോടുകൂടിയിരിക്കുന്നു. അവർക്കെല്ലാം അല്ലാഹു തആല വഴി തുറന്നു കൊടുക്കുകയും സത്യത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് വരാനുള്ളതായ വഴി എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, അടുത്ത് നമ്മോട് സംസാരിക്കുന്നത് 15 വർഷത്തോളം സമസ്തയുടെ മുഫത്തിഷായി സേവനം ചെയ്ത ബഹുമാന്യനായ ബഷീർ ദാരിമിയാണ്. നബിദിനാഘോഷവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായി വരുന്ന മൗലീദുകളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തെ അതിനായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه الذين هم نجوم الهدى وقبلة الأمم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ പണ്ഡിതരെ, സഹോദര സഹോദരിമാരെ, ജീവിതത്തിലുടനീളം ദീനീ വിധിവിലക്ക് പാലിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ ആദ്യമായി അപേക്ഷിക്കുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസ പ്രമാണങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും പ്രമാണബദ്ധമായിരിക്കണം. കേരള നദുവത്തുൽ മുജാഹിദീൻ നാളിതുവരെ ഇപ്പോഴും പറയുന്നത് അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനും ആ ഖുർആനിന്റെ വ്യാഖ്യാനമായ പ്രവാചകനിൽ നിന്ന് സഹീഹായി ഉദ്ധരിക്കപ്പെട്ട ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വിശ്വാസങ്ങളെയും ആചാര അനുഷ്ഠാനങ്ങളെയും ചിട്ടപ്പെടുത്തണമെന്നാണ്. നമ്മുടെ കേരളത്തിലെ ഖുബൂരികൾ ഖബറുമായി ബന്ധപ്പെട്ട് ഉപജീവനം തേടുന്ന വിഭാഗം ഒരു കാലത്ത് അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആന് പരിഭാഷപ്പെടുത്തുകയോ അത് ചോക്ക് ഉപയോഗിച്ച് ബോർഡിൽ എഴുതുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ വിഭാഗം നമ്മുടെ രാജ്യത്തെ മുസ്ലിം ഉമ്മത്തിനെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ബഹുദൂരം അകറ്റി നിർത്തി. മാത്രമല്ല, മാല മൗലൂദുകളിലും മദ്ദാദ റാത്തീബുകളിലും കുത്തുബിയത്ത് കുത്തു റാത്തീബിലുമൊക്കെ തടച്ചിട്ടു.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇല്ല എന്ന് മാത്രമല്ല, സച്ചരിതരായിരിക്കുന്ന സ്വഹാബത്തിന് പരിചയമില്ലാത്ത ഹിജ്റ 80 മുതൽ 241 വരെയുള്ള കാലയളവിൽ ജീവിച്ച മദ്ഹബിന്റെ 4 ഇമാമിയങ്ങൾക്ക് പരിചയമില്ലാത്ത, നൂറ്റാണ്ടുകൾക്ക് പിറകെ ഉടലെടുത്ത മാലകളിലും അദ്ദാദുകളിലും സ്വലാത്തു നാരിയയിലും ബദരിയത്തുൽ മങ്കൂസിയയിലും സ്വലാത്തുൽ ബശീഷിയ, സ്വലാത്തു ദലായിലുൽ ഖൈറാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ് തുടങ്ങിയ ഏടുകളിലും ദിക്ർ സ്വലാത്തുകളിലുമൊക്കെ തളച്ചിട്ടിരിക്കുന്നു. മുജാഹിദുകൾ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കർമ്മം സ്വീകരിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ അതിന്റെ നിബന്ധനയായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഒന്ന് ഇഖ്ലാസ് വേണം, മറ്റൊന്ന് ഇത്തിബാ വേണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാത്ത ഒരു കാര്യം നമുക്ക് നല്ലതാണ് എന്ന് തോന്നിയതുകൊണ്ട് മതത്തിൽ അത് ആചാരമായി സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. 2-ാം അധ്യായത്തിന്റെ 112-ാമത്തെ വചനം പരിശോധിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആനിനും പ്രവാചകന്റെ സുന്നത്തിനും എതിരായ ശിർക്കും കുഫരിയത്തും അനാചാരവും കുത്തിനിറക്കപ്പെട്ട മാനമൗദൂദുകളാണ് നമ്മുടെ രാജ്യത്തെ മുസ്ലിമീങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നത്. മഹാനായിരിക്കുന്ന ഇമാം ശാഫിഈ റഹിമഹുല്ലാ തങ്ങൾ വഫാത്തായി 266 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങൾ അവർകൾ ജനിച്ചത്. 2-ാം ശാഫിയായ ഇമാം നബവി റഹിമഹുല്ലാ ജനിക്കുന്നതിന്റെ 70 കൊല്ലം മുമ്പ് ജീലാനി തങ്ങൾ വഫാത്തായിട്ടുണ്ട്. മഹാനായിരിക്കുന്ന നബവി തങ്ങളുടെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ജീലാനി തങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് കാണാൻ സാധ്യമല്ല. ഇനി സഹോദരന്മാരെ, കടുകടുത്ത ശിർക്ക് നിറഞ്ഞ ഖുത്ബിയ്യത്ത് എന്ന ഗ്രന്ഥത്തിൽ വാദത്തിന് വേണ്ടി ശിർക്ക് ഇല്ല എന്ന് സമ്മതിച്ചാൽ തന്നെ സഹോദരന്മാരെ അത് പാടാൻ പാടില്ല. കാരണം അത് പ്രവാചകൻ പഠിപ്പിച്ചതല്ല. അതുപോലെ തന്നെ സഹോദരന്മാരെ, ഹദ്ദാദ് റാത്തീബ് രചിച്ചത് 1044 ജനിച്ച അബ്ദുല്ലാഹിൽ ഹദ്ദാദ് എന്ന യമൻകാരൻ അദ്ദേഹത്തിന്റെ 27-ാമത്തെ വയസ്സിൽ ഹിജ്റ 1071 അദ്ദേഹം അത് രചിച്ചത് എന്ന് ഇവർ തന്നെ പറയുന്നു. കഴിഞ്ഞുപോയ 10 നൂറ്റാണ്ട് കാലഘട്ടത്തിന് മുസ്ലിം ഉമ്മത്തിന് പരിചയമില്ലാത്ത ആചാരമാണ് ഹദ്ദാദ് റാത്തീബ്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രധാനം പറയുന്നു, പുണ്യം പതിവിടിച്ചുകൊണ്ട് ആ ഏർപ്പാട് ചെയ്യാൻ പാടില്ല. കാരണം അത് ബിദ്അത്താണ്. അതുപോലെ തന്നെ സഹോദരന്മാരെ, പല പ്രാർത്ഥനകളും ഇവരുടെ മൗലിദ് കിതാബിൽ പല പ്രാർത്ഥനകളും കാണാൻ സാധിക്കും. ഖുത്ബിയ്യത്തിൽ പല രൂപത്തിലുള്ള പ്രാർത്ഥനകളും കാണാൻ സാധിക്കും. ഖുത്ബത്ത് അവസാനിക്കുന്ന സമയത്ത് മുസ്ലിയാക്കന്മാർ ഒരു പ്രാർത്ഥന പറയാറുണ്ട് സാധാരണ. യാ അല്ലാഹു യാ അല്ലാഹ് ഫർജ്നാ മിൻ നൂബാ, യാ അല്ലാഹു യാ അല്ലാഹ് ഫർജ്നാ മിൻ വാബാ, യാ സുൽത്താൻ മുഹിയുദ്ദീൻ انصرنا يا الله عجلنا بالفتح يا الله يا الله. എന്താ പറഞ്ഞത്? യാ സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളെ ഉൻസുർന, ഞങ്ങളെ സഹായിക്കണേ, യാ അല്ലാഹ്, അല്ലാഹുവേ. ഇപ്പൊ മൂജാമാർക്കൊണ്ടൊരു തോന്നരുത് ഇപ്പൊ ശരിയല്ല. എത്താപ്പ ഈ പ്രാർത്ഥനന്റെ കോലം പോലെ യാ മാറ്റി ബി ആക്കി. ബിസ്സുൽത്താനി മുഹിയുദ്ദീൻ ഉൻസുർനാ യാ അല്ലാഹ്, അല്ലാഹുവേ സുൽത്താൻ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ, മുഹിയുദ്ദീൻ ശൈഖിനെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പഠിച്ചവരോട് പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ രൂപത്തിലുള്ള ഒരു പ്രാർത്ഥന പ്രമാണം പരിശോധിച്ചാൽ കാണാൻ സാധ്യമല്ല.
ബദരിയത്തുൽ മൗസിയ. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ യവൈ കാക്കണം യാ റബ്ബന. ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫ യാക്കണം യാ റബ്ബന. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് ഗൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളെ തുണ റബ്ബന. പഴയ കാലത്തൊക്കെ ബദരീങ്ങളോട് പറയല പടച്ചോന്റെ സഹായം കിട്ടാൻ വേണ്ടിയിട്ട്, അതിനാ ഇസ്തിഗാസ എന്ന് നമ്മൾ പറയാം. ഇത് നേരെ കുത്തനെ പടച്ചോനെ ബദരീങ്ങളെ സഹായം ഒന്നും ഉണ്ടാകും. അബദ്ധമല്ലേ ഉസ്താദുമാരങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇങ്ങനൊരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ ഖുർആനിന്റെ ഓരോ വരികൾക്കും വിരുദ്ധമായ മാനകളും പാട്ടുകളുമാണ് മുസ്ലിം ഉമ്മത്തിനെ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ 18-ാം അധ്യായത്തിന്റെ 110-ാമത്തെ വചനം അല്ലാഹു പറയുന്നു, ഖുല്ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി. അല്ലാഹുവിന്റെ വചനത്തിന്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നു, സമുദ്രത്തിലെ വെള്ളം മഷിയായി അല്ലാഹുവിന്റെ വചനങ്ങൾ എഴുതാൻ ഒരാൾ ശ്രമിച്ചാൽ സമുദ്രത്തിലെ വെള്ളം വറ്റി വരണ്ടാലും അല്ലാഹുവിന്റെ വചനങ്ങൾ എഴുതി തീർക്കാൻ സാധ്യമല്ല. മറ്റൊരാഴത്തിൽ അല്ലാഹു പറയുന്നു, ഭൂമിയിലെ മരങ്ങളൊക്കെ പേനയായി എഴുതാൻ ശ്രമിച്ചാലും സാധ്യമല്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിത സഹോദരന്മാരെ, വിനീതമായ ഒരു ചോദ്യം. രാത്രി മൗലിദ് കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന സമയത്ത് വയറുന്നുഴഞ്ഞിങ്ങനെ കിടക്കുന്ന സമയത്തൊന്ന് ആലോചിച്ചു നോക്കുക. റിഫായി ശൈഖിന്റെ ഭാരയിൽ നിങ്ങൾ പാടുന്നത്, മരങ്ങൾ കാലമായി ബഹ്റുമയാകേലും മട്ട് പേടായി വർ പോരീശായെന്നോവർ. ഇപ്പം ബദരീങ്ങൾ റിഫായി ശൈഖിന്റെ പോരിശയും അള്ളാഹുവിന്റെ വചനവും തമ്മിൽ എന്താ വ്യത്യാസം? അള്ളാഹുവിന്റെ വചനത്തിൽ അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളിൽ റിഫായി ശൈഖിനെ ഇവർ പങ്കുചേർത്തു. അതുപോലെ തന്നെ അള്ളാഹു പരിശുദ്ധ ഖുർആൻ 39-ാം അധ്യായത്തിൽ അള്ളാഹു പറയുന്നു, അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ, അള്ളാഹു എല്ലാത്തിനെയും പടച്ചവനാണ്, എല്ലാത്തിന്റെയും സ്രഷ്ടാവ് അള്ളാഹുവാണ്. അള്ളാഹു എങ്ങനെയാണ് പടക്കൽ? സൂറത്ത് യാസീനിൽ അല്ലാഹു പറഞ്ഞു, ഒരു കാര്യം ഉണ്ടാവണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ കുന്ന് പറയും, അപ്പൊ അതുണ്ടാവും. ശൈഖ് ജീലാനിയെ കുറിച്ച് നിങ്ങൾ എന്താ പറയുന്നത്? എന്നൂടെ ഗല്ലൂടയവരൻ്റെകൾ ആകന്ന് ഞാൻ ചൊൽകില്ലാകും മാതന്നോവർ. അർത്ഥം പറയാതെ തന്നെ വരും മലയാളത്തിലാണ്. വേണ്ടിയിട്ട് വല്ലൊരു വസ്തുവിനെ നോക്കുകിൽ വേണ്ടിയ വണ്ണം മാതിരെ ആക്കുന്നോവർ. അപ്പൊ അള്ളയും മൂപ്പരേറ്റ് എന്താ വ്യത്യാസം? ഖുർആനിൽ അല്ലാഹു തആല 3-ാം അധ്യായത്തിൽ പറയുന്നു, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തൂതിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ. അധികാരങ്ങളെ നൽകുന്നതും അധികാരങ്ങളെ എടുത്തു കളയുന്നവനും അല്ലാഹയാണ്. ഒരിക്കൽ ജീലാനി തങ്ങളവர்கள் പറഞ്ഞു വന്നു, ഖുതുബിയ്യത്തിൽ പറയുന്നുണ്ട്, ലോകത്തുള്ള ഔലിയാക്കന്മാരുടെ മുഴുവൻ പിരടയ്ക്ക് മേലെയാണ് എന്റെ കാല് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു ശേഷം പറഞ്ഞു, എന്റെ പരിചയം നിങ്ങൾ അത് കണ്ട അബൂബക്കറുൽ ഹമാമി വളഞ്ഞ ഔലിയ. അങ്ങനെ അദ്ദേഹത്തിനെതിരെ ശൈഖ് ജീലാനി ആക്ഷൻ എടുത്തുന്നൊക്കെ നേരത്തെ ഇവിടെ ബാക്കവി വായിച്ച അൽ ജൗഹറത്തുൽ ഖുതുബിയ്യത്ത് ഫീ മനാഖിബ് ഖുതുബിൽ അലിയ എന്ന ഖുതുബിയ്യത്തിന്റെ പരിഭാഷ കിതാബിൽ പറയുന്നത്. ഈ സംഭവത്തെ സംബന്ധിച്ച് ആ അബൂബക്കറുൽ ഹമാമിയുടെ വിലായത്തിലെ ശൈഖ് എടുത്തു കളഞ്ഞു എന്നാ പറയുന്നു. മാറയിൽ പറയുന്നു, അതിലൊരു ശൈഖ് ആതല്ലെന്ന് ചൊന്നാരെ അവരെ വാരിപട്ടം
നീക്കിച്ച് വെച്ചോവർ. അള്ള കൊടുത്ത വിലായത്ത് മൊയ്തീശേഖ് എടുത്തു കളഞ്ഞു. അറിവും നീലയും മാതേതും ഇല്ലാത്തോർക്ക് അറിവും നീലയും നിറയെ കൊടുത്തോവർ. നിലയും അറിവും അതൊക്കെയുള്ളവരെ നിലയും അറിവും പറിച്ചു കളഞ്ഞോവർ. അപ്പം നിലവാരവും അറിവും ഒക്കെ കൊടുക്കുന്നതും എടുത്തു കളയുന്നതും ജീലാനി തങ്ങൾ ഖുർആനിനെതിരാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഈ മാലപ്പാട്ടുകളൊക്കെ ഒന്ന് പാടുമ്പം എന്താ ഈ പറഞ്ഞത് നമുക്ക് ഒന്ന് ആലോചിക്കാം. അബദ്ധങ്ങളാണ്, ഖുർആനിനെതിരാണ്, ശിർക്കാണ്, കുഫ്രിയത്താണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങുക. പ്രവാചകന്റെ സുന്നത്തനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. എന്റെ സഹോദരന്മാരെ, വരാൻ പോകുന്നു റബീഉൽ അവ്വൽ. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരോട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബുവത്ത് ലഭിച്ചതിന് ശേഷം 22 ജന്മദിനത്തോളം പ്രവാചകന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ജന്മദിനമെന്ന് പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജന്മദിനം എന്ന് പറഞ്ഞാൽ എന്താ? ജനിച്ച ദിവസം. പ്രവാചകൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്. ജനിച്ച ദിവസമാണ് ജന്മദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആഴ്ചയിൽ ഒരു ജന്മദിനമുണ്ടാകും. ജന്മദിനം എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരിക്കൽ ആവർത്തിച്ചു വരുന്ന തീയതിയാണ്, ഡേറ്റാണ്. റബീഉൽ അവ്വൽ 12-നാണ് പ്രവാചകൻ ജനിച്ചതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ജന്മദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായ ഒരു ആചാരം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചതായിട്ട് പ്രമാണം കൊണ്ട് തെളിയിക്കാൻ സാധിക്കുമോ മുഅ്മിനീങ്ങൾ? സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനിനെയും പ്രവാചകന്റെ സുന്നത്തിനെയും ദുർവ്യാഖ്യാനിക്കേണ്ടി വരികയാണ് മുസ്ലിയാക്കന്മാർക്ക്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ ഏത് ആയത്ത് ഓതിയാലും ഏത് ഹദീസ് ഓതിക്കൊണ്ട് ദുർവ്യാഖ്യാനിച്ചാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ആയത്തിറങ്ങിയത് ആർക്കാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ഈ ആയത്തുകളെ സ്വഹാബത്തിന് ആരാണ് വിവരിച്ചു കൊടുത്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പോ ഇവര് പറയുന്ന ജന്മദിനത്തിന്റെ തെളിവായി പറയുന്ന ആയത്തുകൾ അത് വിശദീകരിച്ചു കൊടുത്ത പ്രവാചകനോ അത് കേട്ട് മനസ്സിലാക്കിയ സ്വഹാബത്തോ ഇവര് പറയുന്ന ഒരു ആശയം അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം, അത് ദുർവ്യാഖ്യാനമാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും അത് പ്രവാചകൻ എങ്ങനെ പഠിപ്പിച്ചോ സ്വഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ ആ രൂപത്തിൽ മനസ്സിലാക്കി വിശ്വാസ ആചാരങ്ങളെയും അനുഷ്ഠാന കർമ്മങ്ങളെയും പ്രമാണബദ്ധമാക്കാൻ പ്രിയപ്പെട്ട മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ആദ്യമായും ഈ ഉമ്മത്തിനോട് ഈ വിഷയം തുറന്നു പറഞ്ഞ് അവരെയും ഈ ആദർശത്തിലേക്ക് കൊണ്ടുവരണമെന്ന് മാത്രം വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനീ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പഠിച്ച സത്യം തുറന്നു പറയാൻ നമുക്കും അത് മനസ്സിലാക്കിയ പണ്ഡിതന്മാർക്ക് ചങ്കൂറ്റത്തോടുകൂടെ ഇത് മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ തുറന്നു പറയാൻ നട്ടലിന്റെ ഫലവും അല്ലാഹു തൗഫീഖ് ചെയ്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സഹോദരന്മാരുടെ അല്പസമയം ബഹുമാന്യായ കുഞ്ഞാലം മുസ്ലിയാർ സംസാരിക്കും. അനാരോഗ്യമുണ്ട്, പ്രയാസപ്പെടുത്തുകയല്ല, എന്നാലും പരിചയപ്പെടാൻ വേണ്ടി മാത്രം ഒരു 10 മിനിറ്റ് അദ്ദേഹം നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، أوصيكم ونفسي أولا بتقوى الله تعالى وطاعته، واتقوا الله وأطيعوه. عباد الله, അള്ളാഹുവിന്റെ അടിയാറുകളായ സഹോദര സഹോദരിമാരെ, ഒരു പ്രസംഗം നടത്താനെന്ന ഉദ്ദേശത്തോട് ഞാൻ ഇവിടെ സംബന്ധിച്ചിട്ടില്ല.
അതിനൊരു തയ്യാറെടുപ്പും ഒരുക്കും കൂട്ടൊത്തും ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നെ ക്ഷണിക്കപ്പെട്ടതനുസരിച്ച് ഈ സമൂഹത്തിൽ വന്നുകൂടി ചേർന്ന് സന്തോഷിച്ച് പിരിയ എന്നേ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ വല്ലപ്പോഴൊക്കെ അത്യപൂർവമായിട്ട് വലിയൊരു പണ്ഡിതനുമല്ല പ്രാസംഗികനുമല്ല, എങ്കിലും ചെറിയ മട്ടിലൊക്കെ പ്രസംഗിക്കണ്ട, അത് ഇരുന്നിട്ടൊക്കെയാണ് പ്രസംഗിക്കുക. അപ്പം ചിലപ്പോൾ പഴയ സ്വഭാവത്തിൽ ഇങ്ങനെ ഇങ്ങനെ പഴയ നാടൻ പായത്തിൽ ചിലപ്പോൾ പറയലാണ്. അതൊന്നും ഈ സദസ്സിന് പറ്റൂല. അപ്പം അതുകൊണ്ട് വെറുതെ ഞാൻ എന്നെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയ ആളിനെ വിളിച്ചു പറഞ്ഞത് വേണ്ട, പ്രസംഗിക്കാൻ കെൽപ്പും കഴിവും തൻ്റെടും ഈ ആളുകളെ ഉത്ഭുതരാക്കാൻ കഴിവുള്ള ആളെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ സമയം ഞാൻ അവർ കൊടുക്കാൻ അയാൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, പലതവണയും പറഞ്ഞിരുന്നു. എന്നെ പറഞ്ഞോളൂ. ഞാൻ പഴയ കാലത്ത് സുന്നി ചെറിയ നാടൻ മൊയ്ലിയാർ, നാടൻ സുന്നി മൊയ്ലിയാരായിരുന്നു, വലിയ മൊയ്ലിയാരല്ല, ഒരു നാടൻ പാല് പറഞ്ഞ് നടന്നതിനാണ്. പക്ഷേ ആ കാലത്ത് തന്നെ ഇതൊന്നും ശരിയായ ഒരു രീതി മാർഗമല്ല എന്ന് നമുക്കറിയായിരുന്നു. പിന്നെ നമ്മുടെ ചുറ്റുപാട് ആ അനുസരിച്ചല്ലാതെ ഒറ്റപ്പെട്ടിട്ട് പുറത്തു ചാടാൻ ചെറിയ പ്രയാസം ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും അറിയാം കാര്യം. അപ്പൊ അതിൽ നിന്ന് ഒഴിവാവാൻ പറ്റാത്തൊരവസ്ഥയിൽ അതിനിങ്ങനെ ചുരുണ്ടുകൂടി മുന്നോട്ട് പോയി എന്ന് മാത്രം. അങ്ങനെ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ഇത് പുറത്തുപോയി കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കി വേണമെങ്കിൽ ഒരു കാര്യത്തിന്റെ യാഥാർത്ഥ്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് കൽപ്പിക്കപ്പെട്ട മുഴുവൻ മാർഗങ്ങളും പലതവണ ഇസ്തിഹാറത്ത് നിസ്കരിച്ചിട്ടും പലതരത്തിലും എനിക്കാകാവുന്നിടത്തോളം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന സ്ഥലങ്ങളെല്ലാം ചുറ്റിക്കറങ്ങി അവിടെ നിന്നെല്ലാം ഈ ഒരാവശ്യം. ഞങ്ങളെ കേരളത്തിൽ പഠിച്ചവനെ എല്ലാ ഭാഷയും അറിയാലോ, ഒരുപാട് മതസംഘടനകളുണ്ട്. ഓരോരുത്തരും ശരിയായ പാത സിറാത്തുൽ മുസ്തഖീം അഥവാ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന വഴിയിലാണെന്ന് പറയണു. അതുകൊണ്ട് തനതായ യഥാർത്ഥമായ സിറാത്തുൽ മുസ്തഖീം അഥവാ സ്വർഗത്തിൽ എത്തിച്ചേരുന്ന മാർഗത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്ത സ്വഹാബത്ത് മനസ്സിലാക്കിയ അവർ സ്വീകരിച്ച ആ മാർഗത്തിൽ എത്തിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കുറെ കാലം നടന്നു. അങ്ങനെ നമുക്ക് ബോധ്യപ്പെട്ടത്, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, എനിക്ക് ബോധ്യപ്പെട്ടത് ഈ വഴിയാണ് ഒരു ശരിയായ ഇസ്ലാഹി പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാർഗം, ഈ സ്വഭാവം. നമ്മൾ ഈ പറയപ്പെടുന്ന വഹാബികളെന്നാവട്ടെ, അല്ലെങ്കിൽ മുജാഹിദീകളാവട്ടെ, അല്ലെങ്കിൽ ഇസ്ലാഹിക്കാരാവട്ടെ, അതാണ് ശരി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ അതിലേക്ക് മടങ്ങി തിരിഞ്ഞു. അത് ബോധ്യപ്പെട്ടപ്പോൾ അത് തുറന്നു പറഞ്ഞു, അതിലേക്ക് അപ്പോഴേ നമ്മൾ ആരോഗ്യം പ്രായമൊക്കെ മുന്നോട്ട് കടന്നു, യൗവനുള്ള കാലം കഴിഞ്ഞുപോയി. എങ്കിലുള്ള സൗകര്യത്തിനനുസരിച്ച് അത് പ്രബോധനം ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ആവുന്നേറ്റ് സ്റ്റേജിലല്ലെങ്കിലും ഓരോ വ്യക്തികളും മറ്റുമൊക്കെ ആയിട്ട് അങ്ങനെ അത് പ്രബോധനം ചെയ്തുകൊണ്ട് നീങ്ങാണ്. ഒരുപാട് വിഷമങ്ങൾ അതിന്റെ പേരിൽ അതിന് ശേഷം അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇയാൾ ആദ്യമോടെ വൈശേർ പറഞ്ഞല്ലോ, ഇതിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു, ഒരുപാട് ബുദ്ധിമുട്ട്. നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ മഹല്ലുകളിൽ നമ്മൾ താമസിക്കുന്നിടത്തൊന്നും കൂടുതൽ ആളുകളില്ല. അപ്പൊ അതുകൊണ്ട് വളരെ വിരലെണ്ണാവുന്ന ആളുകളാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഇക്കഴിഞ്ഞ എൻ്റെ ഒരു മകന്റെ കുട്ടിയെ, എനിക്കൊരു സുന്നി മൊയ്ലിയാമാരുടെ വലിയ വലിയ ആളുകളായിട്ടൊക്കെ ബന്ധമുണ്ടാവും, ഇപ്പം ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ഉത്തരാഹിൽ ഉയർന്ന ആളുകളായിട്ടൊക്കെ കെട്ടുപാടും ബന്ധം നേരിട്ടുള്ള ബന്ധമുള്ള ആളാണ്. അപ്പോ എൻ്റെ സ്വന്തം ഒരു മകന്റെ കുട്ടിയെ ഇപ്പൊ അടുത്ത് നടന്ന ഒരു കല്യാണത്തിൽ എൻ്റെ മഹല്ല് ഉത്തരവാദപ്പെട്ടവര് ആ കല്യാണം ബഹിഷ്കരിച്ചിരുന്നു. നമ്മൾ മൈൻഡ് ചെയ്തിട്ടല്ല, കാര്യം നടക്കായിയല്ല. അപ്പൊ ഇപ്പോഴും അതിന്റെ പേരിൽ ഉപദ്രവം സഹിക്കുണ്ടായാലും നേട്ടങ്ങളൊന്നും കാര്യം അതിന്റെ വഴി കിട്ടാൻ വേണ്ടി ഇത് വന്നതല്ല എന്നർത്ഥം. ഇതിലൂടെ ഇങ്ങോട്ട് വന്നിട്ട് മുജാഹിദായിട്ട് എന്തെങ്കിലും നേടാനോ ഏതെങ്കിലും സ്ഥാനത്ത് അല്ലെങ്കിൽ ശോഭിക്കാനോ ഒന്നും വന്നതല്ല. അങ്ങനെ ഉദ്ദേശമില്ല. നമ്മളെല്ലാവരും, നിങ്ങളും ഞാനും എല്ലാം അടക്കം, നമ്മുടെ യഥാർത്ഥമായ ഉദ്ദേശം പരലോകത്താണ്. യഥാർത്ഥ ജീവിതം, പരലോക രക്ഷയാണ് യഥാർത്ഥ രക്ഷ. അത് മുസ്ലിമുകളായ നമുക്ക് ആർക്കും സംശയമില്ല, എല്ലാ വിഭാഗക്കാരും പറയുന്ന വാക്കേണ്ടത്. ഇതൊരു താൽക്കാലികമായ ജീവിതമാണ്, ഒരു വിശ്രമ കേന്ദ്രമാണ്. നമ്മൾക്ക് യഥാർത്ഥമായി എത്തിപ്പെടേണ്ട സ്ഥാനം, നമുക്ക് ഉദ്ദേശിക്കുന്ന രക്ഷ ചുറ്റും ലഭിക്കേണ്ടത്, നമ്മൾ രക്ഷയ്ക്ക് ആഗ്രഹിക്കുന്നവരാണ്, നമുക്ക് ഉദ്ദേശിക്കുന്ന രക്ഷ ലഭിക്കേണ്ട സ്ഥാനം പരലോകമാണ്. ആ പരലോക രക്ഷ
നമ്മൾ പഴയ നിലകൊണ്ടിരുന്ന ആ സുന്നി വിഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗത്തിലൂടെ പോയാൽ ലഭിക്കൂല എന്ന് വ്യക്തമായി ഉറപ്പായ ബോധ്യപ്പെട്ടപ്പോൾ അതിന് പിന്തിരിഞ്ഞു. ചുരുക്കം അതാവൂല, അവിടേക്ക് എത്തൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അല്ലാഹുമ്മ ലാ ആയിഷ ഇല്ലാ ആയിഷുൽ ആഖിറ, സ്വഹാബത്തിനോട് ഖന്തക്ക് കുഴിക്കുമ്പോൾ. ഇതൊരു ജീവിതമല്ല, ഈ ഐഹിക ജീവിതം എന്നത് ഒരു ജീവിതമല്ല, യഥാർത്ഥമായ ജീവിതം പരലോക ജീവിതമാണ്. അപ്പൊ നിങ്ങൾ ഈ കഷ്ടപ്പാടും പ്രയാസമൊന്നും വലിയ കാര്യത്തിലെടുക്കണ്ട. ആ പാറ കുഴിച്ചിട്ട് അതിൽ നിങ്ങളാണ് മരണപ്പെട്ടാലും നിങ്ങൾക്ക് ദോഷം വരാനില്ല, നിങ്ങൾ കുടുംബങ്ങൾ ഉപദ്രവിക്കപ്പെട്ടു പോയാലും എന്തായാലും. അപ്പൊ സഹിയായ ഹദീസ് വന്ന കാര്യം എല്ലാവർക്കും അറിഞ്ഞാണ്. അപ്പൊ ആയിഷുൽ ആഖിറ യഥാർത്ഥ ജീവിതം പരലോക ജീവിതം, അവിടെ രക്ഷ കിട്ടാനായി മാത്രം ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു വന്ന് ചുരുക്കി പറയാൻ അവയില്ലാത്തതുകൊണ്ട് പറയാണ്. പിന്നെ എന്നെ പോലുള്ള ഇടത്തരം കുഞ്ഞു മൂല്യമാർ, ചെറിയ മൂല്യമാർ, വലിയ മൂല്യമാരല്ല, വലിയ ആളുകളൊന്നും അല്ലാത്ത സാധാരണക്കാരെ കടന്നു വന്നിട്ട് ഇവരെഴുതിയ സുന്നികളായ ആളുകൾ ഒരു കാലത്ത് തീരെ പാടില്ല എന്ന് പറഞ്ഞ് 2 ഖുർആൻ പരിഭാഷ ഓരോ തന്നെ 2 കൂട്ടം എഴുതി 2 വെച്ചാൽ അത് 2 ഇയാളെ മുമ്പ് തുറന്നു വെച്ചാൽ ഉടനെ മുജാഹിദാവും. സ്റ്റേജൊന്നും കെട്ടി പ്രസംഗിക്കൊന്നും വേണ്ട. തീർച്ചയായും 100 പറയാൻ ഉദാഹരണം പറയാൻ എനിക്കറിയാം. അപ്പൊ സമയം തരൂല, പാല പ്രസംഗിക്കൂലെന്നാണ്. അങ്ങനെ വേറെ ഒന്നും നമ്മളൊന്നും പ്രസംഗിക്കണ്ട. 2 പരിഭാഷയിൽ 2 ഉച്ചരണി, ഒരായത്തിൽ 2 വ്യാഖ്യാനം. എന്താണ് ഇങ്ങനെ? ഒന്നല്ല ശരിയാവും, ഏതെങ്കിലും ഒന്ന് പറയും. ഇത് ശരിയാണെങ്കിൽ എന്താണ് ഇത് പറഞ്ഞാൽ കഴിഞ്ഞതിന്റെ പണി. അങ്ങനെ ഒരാൾ തന്റെ ഈ കൂട്ടത്തിൽ നീ ഉള്ള സമൂഹത്തെ ഒന്നാ ഞാൻ ഇടയ്ക്ക് വിളിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നെ വിളിക്കുകയും നിങ്ങൾക്കെല്ലാം ഞാൻ പറഞ്ഞ പോലെ ബോധ്യപ്പെടുത്തുക. അപ്പൊ ഒരേ ആയത്തിന് വ്യത്യസ്തമായ 2 പരിഭാഷ എത്തേണ്ട അത്ര അർത്ഥങ്ങൾ നൽകിക്കൊണ്ടാണ് ഇവർ പരിഭാഷപ്പെടുത്തുന്നത്. മുമ്പ് തീരെ പാടില്ല ഉണ്ടാക്കിയപ്പോ മനസ്സിലായ എന്നൊരു ആയത്തുണ്ടല്ലോ, കേട്ട് തയമ്പിച്ച് എല്ലാവർക്കും അറിയാം. പറയൂ നബിയേ, ലോകത്തോട് പറയൂ. മുഹമ്മദ് നബിയോട് കൽപ്പന അങ്ങനെയാണ്, ലോകരോടൊട്ടാകെ പറയാനാ. അവസാനത്തെ മനുഷ്യൻ വരെയുള്ള ആളുകളോട് പറയൂ. എന്താണ് പറയേണ്ടത്? ഇന്നമാ അദൂ റബ്ബീ, എന്റെ റബ്ബോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന് പറയൂ. ഒരാ ഉശ്രികു ബിഹി അഹദ, അതിൽ ആരെയും പങ്കുകൂട്ട വസ്തുതയില്ല എന്നും പറയണം. ഇതാണ് പരിശുദ്ധ ഖുർആന്റെ വ്യക്തമായ ഒരു ഭാഷ. എല്ലാവർക്കും അറിയാം, കേൾക്കണ അറബി ഭാഷയായിട്ട് ബന്ധപ്പെട്ടത് എല്ലാവർക്കും അറിയുന്ന അർത്ഥമാണ്. ഈ ആയത്തിന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ആ സംഘടന പിളർന്ന് 2 മുമ്പ് ഒന്നായി നിൽക്കുന്ന കാലത്ത് മർഹൂം പാണക്കാട് പൂക്കോയ തങ്ങളെ പോലെയുള്ള ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ടി കെ അബ്ദുൽ മൗലവിയാൽ പരിഭാഷപ്പെടുത്തപ്പെട്ട ആ ജലാലിയുടെ പരിഭാഷ എന്ന പേരിലുള്ള ബയാനിയ പ്രസരിച്ച് പ്രസിദ്ധീകരിക്കുന്ന അതിന് എന്താണ് അർത്ഥം ഇരിക്കുന്നത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ഉറച്ചു നോക്കിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങി ഉറച്ചു നോക്കി. ഞാനീ പറഞ്ഞത് വളരെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് എന്റെ അഡ്രസ് ഒക്കെ കൂടെ തരാൻ നിങ്ങൾക്ക് വിളിച്ചോളി. എന്താണ് അതിൽ എഴുതിച്ചത്? ഈ പറഞ്ഞ അർത്ഥം, ആ പദത്തിൽ നിശ്ചയിക്കപ്പെട്ട അർത്ഥം ആ മലയാളത്തിലാണ്ട് എഴുതിയാൽ ആ പ്രസ്ഥാനം പൊളിഞ്ഞില്ലേ, പിന്നെ അതിന് വാക്കൊന്നും ഉണ്ടാവില്ല. ഒരു തരത്തിൽ അവർക്ക് എഴുതാൻ പറ്റൂല. അപ്പൊ എന്താ എഴുതിയിട്ടുള്ള നിങ്ങള് പറയൂ നബിയെ. ഞാൻ ചുരുക്കം പറയാണ്, അതിന്റെ അസ്തിവിശ്വ ആകത്തുക പറയാം. ഇതിന്റെ ആകെ സത്ത, ഞാൻ എന്റെ റബ്ബിനെയാണ് ആരാധിക്കുന്നത്, ഞാൻ എന്റെ റബ്ബിനെയാണ് ആരാധിക്കുന്നത്, എന്റെ റബ്ബോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന് ലോകത്തോട് പറയൂ എന്ന് പറഞ്ഞ വാക്ക് എഴുതിക്കൊണ്ട് വളച്ചൊടിച്ച് ആർക്കും മനസ്സിലാവാത്ത വിഷയത്തോട് കുറെ ചേർത്ത് കൂട്ടി കുറച്ച് എഴുതിയിട്ട് അവസാനം കിട്ടുന്ന ഞാൻ എന്റെ റബ്ബിനെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ദോഷമില്ല. കാരണം ജനങ്ങൾ മനസ്സിലാക്കുന്ന ആരാധന നിൽക്കാനും നോമ്പ് ഹജ്ജ് മാത്രമാണ്. അത് വർത്തമല്ല, നമ്മളറിയ ചെയ്യുന്നുണ്ട്. അതല്ലേ വർത്തം. ഇത് പറഞ്ഞവർക്ക് രക്ഷപ്പെടാം. നേരെ മറിച്ച് ഈ പദത്തിന്റെ ശരിയായ അർത്ഥം എന്റെ റബ്ബോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന് ലോകത്തോട് പറയുക എന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനം ഒഴിഞ്ഞില്ലേ? അവിടെ അല്ലേ ഇതിനുള്ള വ്യത്യാസം. സുന്നി മുജാഹിദുള്ള വ്യത്യാസം അള്ളാഹു അല്ലാത്തത് പ്രാർത്ഥിക്കാവോ, പ്രാർത്ഥിച്ചൂടെ? മെയിൻ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവൻ സുന്നി, പ്രാർത്ഥിച്ചൂടാനാണ് മുജാഹിദ്. തിരിഞ്ഞില്ലേ? വേറെ തിരിഞ്ഞില്ലേ?
അത് പാടില്ല എന്ന് ഖുർആൻ എന്റെ റബ്ബോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞെടുത്ത് എത്ര കയ്യേറ്റാണ് ഇപ്പൊ ആയത്തെ അർത്ഥിയറികള്. ഇന്നമാന്ന് പറഞ്ഞ വാക്ക് അതിന്റെ നിയമപ്രകാരം പറയും ഹസറിന്റെ അകത്താണ്, കൃത്യം മാത്രം എന്ന അർത്ഥം സൂചിപ്പിക്കുന്ന ആക്കാണ്. ഇന്ന എന്നാൽ നിശ്ചയമായും തീർച്ചയായും എന്നൊക്കെ വയമൂല്യമായ അർത്ഥം പറയാം. അതിന് ആര്യായാൽ ബാധിച്ചു വന്നാൽ അതിന് ഇസ്മിയായ ജുല്ലുകൊണ്ടുള്ള ഹുസൂസിയത്ത് വിട്ടു, അത് ഇസ്മിയായ ജുല്ലിലും ഫീലിയായ ജുല്ലിലും കിടക്കും എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. മാത്രം എന്ന അർത്ഥം സൂചിപ്പിക്കുന്ന ഹസറിന്റെ അകത്ത് എന്നും അതിന് പറയും. ഞാനിത് അറിയാം. അപ്പൊ ഇന്നമാ അന്നമാ വന്നാൽ മാത്രം എന്ന അർത്ഥം അതിനുണ്ടായേ പറ്റൂ. ഖുർആനിൽ അവർ തന്നെ പരിഭാഷപ്പെടുത്ത വേറെ എവിടൊക്കെ ഉണ്ടോ അവിടൊക്കെ ഒരു മാത്രം കൊടുത്തിരിക്കണു. അപ്പൊ ഇന്നമാടൂ റബ്ബി എന്ന് പറഞ്ഞത് മാത്രം കട്ടിരിക്കണോ? നിങ്ങളത് പരിശോധിച്ചില്ലെങ്കിൽ എന്തിനു കെട്ടുക മാത്രം വെച്ചോ?